ചൊവ്വയിൽ ജീവനുണ്ടോ എന്ന അന്വേഷണം കൊണ്ട് അവിടെയും കൊടിപറത്താൻ നോക്കുന്നത് ഭൂമിയെ മുഴുവൻ ചവച്ചു തുപ്പിയ സാമ്രാജ്യത്വത്തിന്റെ ദംഷ്ട്രങ്ങളാണോ? ആ ആശങ്ക പങ്കുവെക്കുന്ന സദസ്സാണ് മദീനയിലേക്കുള്ള പാത. ഭൂമിയെ ചവച്ചു തുപ്പി, ഭൂമിയെ ചൂഷണം ചെയ്തു, വെള്ളം മുഴുവൻ നശിപ്പിച്ചു, പുഴകൾ മുഴുവൻ വറ്റിപ്പിച്ചു, ആകാശത്തിലെ ഓസോൺ ലെയറിന് പോലും സുഷിരങ്ങൾ വീഴ്ത്താൻ വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ, വിഷം തുപ്പുന്ന പുകക്കുഴലുകൾ ഭൂമിയെ തകർത്തു, വാനം തകർത്തു, ആകാശം തകർത്തു. സൂര്യനിൽ നിന്ന് പുറപ്പെട്ട് ഭൂമിയിലേക്ക് വരുന്ന ഓസോൺ ലെയറിന്റെ പാളിയുടെ പ്രപഞ്ചത്തിലെ ഏറ്റവും സുരക്ഷിത വലയത്തിന്റെ ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യരുടെ മേലെ സൂര്യന്റെ വിഷാംശമുള്ള രശ്മികൾ തട്ടിയിട്ട് ഭൂമിയിലെ മനുഷ്യർക്ക് അപകടം ബാധിക്കാതിരിക്കാൻ സർവശക്തനായ ദൈവം സൃഷ്ടിപ്പിനോടൊപ്പം ഭൂമിയുടെ മീതെ സ്ഥാപിച്ച ഓസോൺ ലെയറിന് പോലും ദ്വാരങ്ങൾ വീഴ്ത്തിയ മനുഷ്യനാണ് ചൊവ്വയിൽ ജീവനുണ്ടോ എന്ന് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് നാം ഈ കാലഘട്ടത്തിലെ ബുദ്ധിയുള്ളവരുമായിട്ട്, ചിന്തിക്കുന്നവരുമായിട്ട് ഈ മദീനയിലേക്കുള്ള പാത എന്ന തിരുസദസ് ഒരാശങ്ക പങ്കുവെക്കുന്നു. ഇത് ചൊവ്വയെയും ഊറ്റിക്കുടിക്കാനാണോ? ഇറാഖിലെ കുഞ്ഞുമക്കളെ ചുട്ടുകൊന്നവൻ, ഫലസ്തീനിലെ കുഞ്ഞുമക്കളെ ചുട്ടുകൊല്ലുന്നവർ, അഫ്ഗാന്റെ മലമടക്കുകളിൽ വിഷം വിതച്ചവൻ, ഇവൻ ചൊവ്വയിലും വിഷം വിതക്കാനുള്ള പടപ്പുറപ്പാടിലാണോ? അതുകൊണ്ട് ലോകത്ത് പാർക്കുന്ന മുഴുവൻ ആളുകൾ മൂല്യബോധത്തിന്റെ, നീതിബോധത്തിന്റെ, ശാസ്ത്രബോധത്തിന്റെ, യുക്തിബോധത്തിന്റെ, മതബോധത്തിന്റെ ഉന്നതമായ മാനവികത്വത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഏറ്റവും കടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് കോഴിക്കോട് കടപ്പുറത്ത് 3 വർഷങ്ങൾക്ക് ശേഷം അല്ലാഹുവിന്റെ മഹ്ലായ ഫദ്ല് കൊണ്ട് അവന്റെ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലമയുടെ പേരിൽ ഉണർത്തിയ ഈ തിരുസദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സദസ്സിന്റെ മുഴുവൻ മഹത്വവും അതിൻ്റെ ഔത്കൃഷ്ട്യവും ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് ഏതാനും സമയം നിങ്ങളോടുള്ള മുഴുവൻ ബഹുമാനവും ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഈ വിനീതൻ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ വന്നെത്തിയ ഓരോ സഹോദരന് വേണ്ടിയും ഓരോ സഹോദരിക്ക് വേണ്ടിയും ദുആക്ക് വസിയത്ത് ചെയ്ത വേറെ എത്രയോ ആളുകൾക്ക് വേണ്ടിയും ഹൃദയത്തിൽ നിറയുന്ന ദുആകളുമായിട്ട് നമ്മൾ ഇവിടെ സമ്മേളിക്കുകയാണ്. അതുകൊണ്ടൊരു സെക്കൻഡ് പോലും പാഴാക്കരുതേ. ഇത് പ്രസംഗത്തിന്റെ പാടവം കൊണ്ടെത്തുന്ന സദസ്സല്ല. ഇത് ഏതോ ഒരു മൈതാനത്തിലൊരു യോഗമുണ്ടെന്ന് കേട്ടറിഞ്ഞിട്ടെത്തുന്ന സദസ്സല്ല. ഇതൊരു സമ്മേളനത്തിന് വേണ്ടി പോകാനുള്ള അവസരം കാത്തിട്ടൊരു സമ്മേളനം വന്നപ്പോൾ ഓടിയണഞ്ഞവരല്ല. ഇത് ലോകത്ത് കൽബുകൾക്ക് ജീവൻ പകരേണ്ട വിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമയുടെ വെളിച്ചത്തിലേക്ക് വന്നണയുന്ന ഈയാം പാറ്റകളെ പോലെ വന്നുകൂടുന്ന പ്രവാചക സ്നേഹികളുടെ സദസ്സാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുച്ച് ഇസ് പതങ്കോങ്ക് ദേഖ്, ഈ വിളക്കിന്റെ നേരെ ഒന്ന് നേക്ക്. കുച്ച് പതങ്കോങ്കി ലാശേം പടി ഹേ, വിളക്കിന്റെ ചുറ്റും പാറ്റകൾ വന്ന് കിടക്കുന്നത് കണ്ടോ? കുച്ച് പതങ്കോങ്കി ലാശേം പടി ഹേ, വിളക്കിന് ചുറ്റുവട്ടത്തും പാറ്റകൾ വന്ന് വീണ് കിടക്കുന്നത്. ആ വിളക്കിനോടുള്ള പാറ്റയുടെ ഏറ്റവും വലിയ സ്നേഹം, ശലഭത്തിന് വിളക്ക് മതി, ബുൾബുൾ പക്ഷിക്ക് പൂവ് മതി, സിദ്ദീഖിന് അല്ലാഹുവിന്റെ റസൂല് മതി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിശ്വമഹാകവി അല്ലാമ ശൈഖ് മുഹമ്മദ് ഇഖ്ബാലിന്റെ വരികളെ ഉണർത്തുന്ന രീതിയിൽ സ്നേഹത്താൽ വന്നണഞ്ഞവരാണ് നമ്മൾ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ. മരിക്കുന്നവരെയുള്ള ഒരു ഓർമ്മ പോലെ, ഒരിക്കലും മറയാത്ത ഒരു സ്മരണ പോലെ, ജീവിതത്തിന്റെ ഒടുക്കത്തെ ശ്വാസത്തിലും ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു മന്ത്രം പോലെ ഈ സദസ്സും ഇവിടെ നടക്കുന്ന സലാത്തും മാറാൻ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ മുഴുവൻ സഹകരണവും നിങ്ങൾ നൽകണമെന്ന് അപേക്ഷിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട സഹകരണം എന്ന് പറയുന്നത്, സഹകരണം എന്ന വാക്ക് തെറ്റാണ്, അത് പറഞ്ഞു പോകരുത്. കാരണം സഹകരിക്കാൻ വന്നവരല്ല നിങ്ങൾ പങ്കെടുക്കാൻ വന്നവരാണ്, പങ്കാളികളാണ്. നമ്മളാണ് ഇവിടെയുള്ളത്. നിങ്ങളും നമ്മളും, നിങ്ങളും ഞാനുമില്ല, നമ്മൾ മാത്രം. ഇവിടെ നിൽക്കുന്നവനും അവിടെ ഇരിക്കുന്ന ഈ സദസ്സിന്റെ ഭാഗം മാത്രം.
ഇതൊരു സദസ്സ്, ഇത് മുസ്തഫാന്റെ സദസ്സ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സ്വലാത്തിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ഈ സദസ്സിലും ഇവിടെ നിന്ന് പോയാലും ഏറ്റവും വലിയ പങ്കാളിത്തത്തിന്റെ സൗഭാഗ്യം. ഏറ്റവും വലിയ പങ്കാളിത്തം ഉണർത്തേണ്ട ആവശ്യമില്ലാതെ. ഇന്നലെ ചില ഹദീസുകൾ നമ്മൾ കേട്ടു. എത്രയെത്ര ഹദീസുകളാണ് സലാത്തിന്റെ മഹിമയെക്കുറിച്ച്. ഇന്ന് ഒന്ന് രണ്ട് വേറെ ഹദീസുകൾ കേൾക്കുക. ബിഹസ്ബിംറിഇം മിനൽ ബുഖ്ലി അൻ ഉദ്കറ ഇൻദഹു ഫലാ യുസല്ലി അലയ്യ. ഇന്നലെ നമ്മൾ കേട്ടു. ഇതിനു മുമ്പ് പലതവണ ഈ വേദിയിൽ വെച്ച് തന്നെ പറയുകയും കേൾക്കുകയും ചെയ്തു. പിശുക്കൻ എന്ന് പറയുന്നത് എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതിരിക്കുന്നവനാണ്. ഇവിടെയാകട്ടെ പിശുക്കൻ എന്ന പ്രയോഗത്തിന് പകരം പിശുക്ക് എന്ന പ്രയോഗം പ്രയോഗിച്ചിരിക്കുന്നു. ലുബ്ധ്. എന്താണോ ലുബ്ധ് എന്നറിയുമോ? ബിഹസ്ബിംറിഇം മിനൽ ബുഖൽ. ഒരാൾക്ക് ലുബ്ധ് തികഞ്ഞതാണ്. ലുബ്ധ് വേണമെങ്കിൽ അയാൾക്ക് മതിയായ ലുബ്ധാണ്. എന്താണ് ആ പിശുക്ക് അഥവാ ലുബ്ധ്? അൻ ഉദ്കറ ഇൻദഹു വലം യുസല്ലി അലയ്യ. എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതെ മൗനമായിരിക്കുന്നവന് പിശുക്കിന്റെ കാര്യത്തിന് അത് ധാരാളമാണ്. വേറെ ഒരു പിശുക്ക് അയാൾക്ക് ആവശ്യമില്ല. അയാളെ ലുബ്ധൻ എന്ന് വിളിക്കാൻ എന്റെ പേര് കേട്ടിട്ടുള്ള മിണ്ടാട്ടമില്ലാത്ത ഇരുത്തം ധാരാളമാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ ഫഖദ് ഖതിഅ തരീഖൽ ജന്ന. എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതെ ഇരിക്കുന്നവന് സ്വർഗ്ഗത്തിലേക്ക് വഴിതെറ്റിപ്പോകും. ഫഖദ് ഖതിഅ തരീഖൽ ജന്ന. അവന് സ്വർഗ്ഗത്തിലെത്തൂല. എത്താനുള്ള അമല് ചെയ്തവനാണെങ്കിലും അവന് വഴി തെറ്റിപ്പോകുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിക്കുന്നവരെ ഈ സലാത്തിനെ പറയാനും അത് ചൊല്ലാനും അതിൻ്റെ ലഹരിയിൽ ജീവിക്കാനും ഞങ്ങൾക്ക് തൗഫീക്ക് ചെയ്യണേ അല്ലാഹ്. മരിച്ചു പോകുമ്പോ ഈ ലോകത്ത് എന്ത് വിട്ടേച്ചു പോയി എന്ന ഇവന്റെ ജീവിതത്തിന്റെ ചോദ്യത്തിനൊരു ദൃഷ്ടാന്തമാക്കിയിട്ട് ഇതിനെ സ്ഥാപിക്കണമേ റബ്ബേ. എന്ത് ചെയ്തുവെന്ന ചോദ്യത്തിന് ധാരാളമാണ്. ഒരുപാട് ചെയ്യണമെന്നില്ല, ഒരുപാട് പറയണമെന്നില്ല. ഒരുപാട് തത്വപ്രബോധനങ്ങളുടെ, ഒരുപാട് ഗിരിപ്രഭാഷണങ്ങളുടെ, ഒരുപാട് പ്രഘോഷണങ്ങളുടെ, ഒരുപാട് വിളംബരങ്ങളുടെ, ഒരുപാട് ബോധനങ്ങളുടെ ഉപദേശങ്ങളുടെ, പ്രബോധനങ്ങളുടെ പരമ്പരയോ മറ്റോ ആവശ്യമില്ല. നിന്റെ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ പ്രമാണങ്ങളെ ഓർത്തിട്ടും അതിനു വേണ്ടിയുള്ള മഹത്വത്തെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടും അവിടുത്തെ തിരുവ്യക്തിത്വത്തിന്റെ അളമത്തിനെ, വലിപ്പത്തെ, മഹാത്മ്യത്തെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടും അത് പ്രചരിപ്പിക്കാൻ പാടുപെട്ടിട്ടും അതിനെ വിയർപ്പാക്കി, രക്തമാക്കി, കരളാക്കി, ചോരയാക്കി, ഹൃദയമാക്കി, ഹൃദയത്തിന്റെ ഉരുക്കമാക്കി, നെഞ്ചിന്റെ താപമാക്കി, മദീനയുടെ പച്ചക്കുബ്ബ ആകാശഭൂമികളുടെ പ്രകാശത്തിന്റെ കേന്ദ്രമാക്കി, അവിടെ നിന്ന് പുറപ്പെടുന്നതും അങ്ങോട്ട് മടങ്ങി ചൊല്ലേണ്ടതുമായ സ്വലാത്ത്, അതിനെ പറഞ്ഞും പ്രചരിപ്പിച്ചും പോറ്റിയും പരിപാലിച്ചും പ്രാവർത്തികമാക്കിയും നടത്തപ്പെടുന്ന ഒരു ജീവിതമാണ് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഏറ്റവും ധന്യമായ ജീവിതം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുകയാണ്. അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. വഹുവ സാജിദുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടക്കുകയാണ്. ഫഅതല്ല സുജൂദ്. അവിടുന്ന് ധാരാളമായി സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. സുജൂദിൽ നിന്ന് എഴുന്നേറ്റതേയില്ല. എത്രയെത്ര തവണ നിങ്ങൾ സലാത്തിന്റെ മഹിമ എത്രയെത്ര ഹദീസുകളിലൂടെ കേട്ടിരിക്കുന്നു. ഈ മദീനയിലേക്കുള്ള പാതയിൽ ഈ ഒറ്റ കാരണം കൊണ്ടാണ് അല്ലാഹു ഈ സദസ്സിനെയും ഈ പരിപാടിയെയും അനുഗ്രഹിക്കുന്നതെന്ന് ഈ വിനീതൻ കൽബ് കൊണ്ട് ഉറപ്പിച്ച് വിശ്വസിക്കുകയും നാവ് കൊണ്ട് വെളിവാക്കി പറയുകയും ചെയ്യുന്നു. ഇതല്ലാത്ത ഒരു കാരണമില്ല, വേറെ ഒരു സിദ്ധിവിശേഷവുമില്ല, വേറെ പ്രത്യേകമായ എന്തെങ്കിലും കഴിവുകളുടെ പേരിലല്ല. ഈ ഒരേ ഒരു സംഗതി. അതൈതുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു. വഹുവ സാജിദുൻ. അവിടുന്ന് സുജൂദിൽ കിടക്കുകയാണ്. ഫഅതല്ല സുജൂദ്. അപ്പോൾ അവിടുന്ന് സുജൂദ് ദീർഘിപ്പിച്ചു.
ഖാല എന്നിട്ട് ജിബ്രീൽ എന്നോട് പറഞ്ഞു, മൻ സല്ലല്ലാ അലൈക സല്ലൈതു അലൈഹി, അല്ലാഹു എന്നെ പറഞ്ഞയച്ചിരിക്കുന്നു നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ അറിയിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ട് നിയോഗിച്ചിരിക്കുന്നു. മൻ സല്ലല്ലാ അലൈക സല്ലൈതു അലൈഹി, അങ്ങയുടെ മേൽ വല്ല വ്യക്തിയും സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹുവായ ഞാൻ ആ മനുഷ്യന്റെ മേൽ സ്വലാത്ത് ചൊല്ലുമെന്ന്. വമൻ സല്ലമ അലൈക സല്ലംതു അലൈഹി, വല്ലവനും നബിയുടെ മേൽ സലാം ചൊല്ലിയാൽ ഞാൻ ആ വ്യക്തിയുടെ മേൽ സലാം ചൊല്ലുമെന്ന്. ഫസജദ്തു ലില്ലാഹി ശുക്ര, ജിബ്രീൽ വന്നുകൊണ്ട് എന്നെ ഇതറിയിക്കേണ്ട താമസം ഞാൻ അല്ലാഹുവിന് നന്ദി കൊണ്ട് സുജൂദിൽ വീണുപോയെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലുക, നിയ്യത്ത് ഉറപ്പിച്ചു വെക്കുക. ഇത് വിശുദ്ധ റസൂലിന്റെ സദസ്സ് സല്ലല്ലാഹു അലൈഹി. ഇത് മനുഷ്യത്വത്തിന് വേണ്ടി പ്രതിജ്ഞ പുതുക്കുന്ന സദസ്സ്, ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള സദസ്സ്. ഇത്രയേറെ സ്വലാത്ത് മുഴങ്ങുന്ന ഒരു സദസ്സിൽ വെച്ച് ദുആ ചെയ്തിട്ട് അതിന് ഉത്തരം നൽകാതിരിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ നീതിയിൽപ്പെട്ടതല്ല. അവന്റെ പുണ്യ റസൂലിനെ സ്നേഹിച്ചു വരുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയേറെ സഹോദരങ്ങളുടെ ഒരു സദസ്സിൽ ദുആക്ക് ഉത്തരം ഇജാബത്തില്ലാതെ പോവുക എന്നുള്ളത് അള്ളാഹുവിന്റെ റഹ്മത്തിന് ചേർന്നതല്ല. അള്ളാഹു ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. അള്ളാഹു ഉത്തരം നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന നടക്കുന്ന സദസ്സാണിത്. ഏതൊരവസ്ഥാവിശേഷത്തിലാണ് മനുഷ്യത്വത്തിന്റെ നവലോകക്രമത്തിനായി എന്ന ഈ സന്ദേശവും ഈ പ്രമേയവും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ രണ്ടാമത്തെ ദിവസത്തിൽ സമ്മേളിച്ചിട്ടുള്ളത്, പ്രപഞ്ചത്തിന്റെ ഭാവിയെക്കുറിച്ച് ലോകം മുഴുവൻ ആശങ്കകൾ ഉണരുന്ന ഒരു സാഹചര്യത്തിൽ ലോകത്തെ ഏറ്റവും അധികം പുസ്തകങ്ങൾ ഇന്ന് വിറ്റഴിക്കപ്പെടുന്നത് ഈ ഭൂമിയുടെ ഭാവിയെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെ ഭാവിയെക്കുറിച്ച്, ഉപഗ്രഹങ്ങളെക്കുറിച്ച് നടത്തപ്പെടുന്ന പഠനങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങളാണ്. 500 കൊല്ലത്തിലേറെ കാലം പ്രപഞ്ചത്തിന് ആയുസ്സില്ല, ഭൂമിക്ക് ആയുസ്സില്ല, ഭൂമിയിൽ പാർക്കുന്ന മനുഷ്യർക്ക് ആയുസ്സില്ല എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ ലോകത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. വയലൻസും വൈറസും അക്രമങ്ങൾ വർദ്ധിക്കുന്നു, രോഗാണുക്കൾ പെരുകുന്നു, എല്ലാം മനുഷ്യ സമൂഹത്തിന് നേരെ ഭീഷണി സൃഷ്ടിക്കുന്നു. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ലോകത്തെ ഏറ്റവും വലിയ പഠനങ്ങൾ ഇന്ന് നടക്കുന്നത്, ലോകത്തെ ആളുകളെ ഏറ്റവും കൂടുതൽ വായനക്കാരെ ആകർഷിക്കുന്നത് കഥകൾ എഴുതപ്പെട്ട പുസ്തകങ്ങളല്ല, നോവലുകളല്ല, സിനിമയുടെ തിരക്കഥകളല്ല, പ്രപഞ്ചത്തിന്റെ ഭാവിയെക്കുറിച്ച്, കാലത്തിന്റെ ചരിത്രം എന്ന് പറയുന്ന എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, പ്രപഞ്ചത്തിന്റെ ചരിത്രം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് കഴിഞ്ഞ വർഷങ്ങളിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുകയും ചെയ്ത പുസ്തകം. ഇതെന്തിന്റെ സൂചനയാണ്? പ്രപഞ്ചത്തിന്റെ സ്വാസ്ഥ്യത്തിനെതിരെ, മനുഷ്യന്റെ ജീവന്റെയും ഈ പ്രപഞ്ചത്തിലെ പ്രാണന്റെയും സുരക്ഷിതത്വത്തിനെതിരെ ഉയരുന്ന വെല്ലുവിളികൾ, വർദ്ധിച്ചു വരുന്ന ഭൂകമ്പങ്ങൾ, വർദ്ധിച്ചു വരുന്ന ദുർമരണങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു ഭാഗത്ത് ചിന്താപരമായ പുരോഗതി ഉണ്ടായിത്തീരുന്നു, യാതൊരു സംശയവുമില്ല. പക്ഷേ ആ ചിന്താപരമായ പുരോഗതിയോടൊപ്പം ഈ ഉത്കണ്ഠ നാം പങ്കുവെക്കുന്നു പ്രപഞ്ചത്തിന്റെ ഭാവിയെ സംബന്ധിച്ച്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ്. യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅ്തും അൻ തൻഫുദൂ മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ് ഫൻഫുദൂ ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഏ മനുഷ്യവർഗമേ, ജിന്നുവർഗമേ, ആകാശഭൂമികളുടെ അതിർത്തികൾ വിട്ട് ഓടാൻ സാധിക്കുമെങ്കിൽ ഓടി നോക്കുക. ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ, വലിയ ശക്തി കൊണ്ടല്ലാതെ അങ്ങനെ ഓടിപ്പോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, നിങ്ങളുടെ റബ്ബിന്റെ ഏതേത് ദൃഷ്ടാന്തങ്ങളെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഏത് ദൃഷ്ടാന്തങ്ങളെയാണ് നിങ്ങൾ തള്ളിപ്പറയുന്നത്? പ്രപഞ്ചത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഈ ആശങ്കകൾ
യാന്ത്രിക സംസ്കൃതിയുടെ മധ്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയുടെ നാശം. ഇപ്പൊ ഓരോന്നിനും ഓരോ കൊല്ലം ആചരിക്കുന്ന കാലഘട്ടമാണ്. പടിഞ്ഞാറുകാരൻ ലോകത്ത് വരുത്തിവെച്ച വെന എത്ര ഭീകരമാണ്, എത്ര ഭീകരമാണ്. ആദ്യം പറഞ്ഞു പെണ്ണുങ്ങൾ മക്കൾക്ക് മുല കൊടുക്കേണ്ടതില്ല, അത് പെണ്ണിന്റെ സൗന്ദര്യം നശിപ്പിക്കും. ഈ തിയറി വന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നാണ്. അങ്ങനെ എത്രയെത്രയോ തലമുറയിലെ പാവം ഓമന മക്കൾക്ക് മാതാവിന്റെ അമ്മിഞ്ഞപ്പാൽ എന്ന അമൃതം അത് നിഷേധിച്ചവരാണ് പടിഞ്ഞാറിന്റെ സന്തതികൾ. ആ പടിഞ്ഞാറിന്റെ പിന്നാലെ പായുന്ന കിഴക്കൻ രാജ്യങ്ങളിലെ മക്കൾ, ഈ കേരളത്തിലുള്ള പല സ്ത്രീകൾ പോലും ഈ പ്രചാരണത്തിന്റെയും ഈ പരിഷ്കാരത്തിന്റെയും സ്വാധീന വലയത്തിൽപ്പെട്ടുകൊണ്ട് സ്വന്തം മക്കൾക്ക് മുല കൊടുക്കാനുള്ള മടി കാണിക്കുന്ന ദുരവസ്ഥയിലേക്ക് ലോകമെത്തി. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴാണ് ഒരു മുലയൂട്ടൽ വർഷം. പെണ്ണുങ്ങൾ മക്കൾക്ക് മുലയൂട്ടണമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു വർഷം ആചരിക്കാൻ തീരുമാനിച്ചു. ഒരു വർഷം ആചരിച്ചു എന്ന മാതിരി ഇപ്പൊ അടുത്ത കാലത്ത് ഓസോൺ ലെയറിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഒരു വർഷം ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് അടക്കമുള്ള വിഷം നിറഞ്ഞ രശ്മികൾ ഭൂമിയിലേക്ക് വന്ന് നേരെ മനുഷ്യന്റെ മേൽ പതിച്ച് അവൻ അപകടം സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഒഴിവാക്കാൻ ഒരു വലിയ പാളി, ഒരു വലിയ പാട ആകാശത്ത് സർവശക്തനായ അല്ലാഹു സൃഷ്ടിപ്പിന്റെ സമയത്ത് തന്നെ സ്ഥാപിച്ചതാണ് ഓസോൺ ലെയർ. ഇനി അള്ളാഹു ദൈവം എന്നൊക്കെ പറയുന്നവർക്ക് അംഗീകരിക്കാൻ മടിയുണ്ടെങ്കിൽ അവരും അവരുടെ ഭാഷയിൽ പറയുന്നു പ്രകൃതിയിൽ ഒരു പാളിയുണ്ട് എന്ന്. എന്നാൽ അതിന് മുഴുവൻ ദ്വാരങ്ങൾ വീണു. ഭൂമിയിൽ നിന്ന് പോയ വിഷം, ഭൂമിയിൽ നിന്ന് പറഞ്ഞയച്ച വിഷാംശം, ഭൂമിയിൽ ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന മാരക രോഗങ്ങളുടെ പ്രത്യേകിച്ച് ക്യാൻസറിന്റെ കാരണം ഈ ഓസോൺ ലെയറിന് വീണ ദ്വാരങ്ങളാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. അതുകൊണ്ട് ഓസോൺ ലെയറിന് വേണ്ടി ഒരു വർഷം ആചരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറക്കുക, പ്ലാസ്റ്റിക്കിന്റെ സഞ്ചിയുടെ ഉപയോഗം കുറക്കുക, ഇതൊക്കെ ഐക്യരാഷ്ട്ര സംഘടന ഓസോൺ ലെയറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അത്ഭുതപ്പെട്ടു പോകും. മീൻ വാങ്ങിയിട്ടൊരു പ്ലാസ്റ്റിക്കിന്റെ ഉറയിൽ കൊണ്ടുവന്നാൽ അതുകൊണ്ട് എങ്ങനെ ഓസോൺ ലെയറിന് എന്തെങ്കിലും പറ്റാന്ന് ചോദിച്ചാൽ ആ പ്ലാസ്റ്റിക് വരെ നേരെ ചെന്നിട്ട് ഓസോൺ ലെയറിന്റെ സുഷിരങ്ങൾ വീഴ്ത്തുന്നു എന്നാണ്. മുറുക്കിയിട്ട് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു, പുകവലിച്ചിട്ട് ക്യാൻസർ എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടൊക്കെ ക്യാൻസർ വർദ്ധിച്ചേക്കാം. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും വെറ്റില തൊടാത്ത മനുഷ്യൻ, ജീവിതത്തിൽ ഒരിക്കലും തന്നെ പുകവലി എന്തെന്ന് പരിചയപ്പെടാത്ത മനുഷ്യൻ, അങ്ങനെയുള്ള ആളുകൾ മുഴുവൻ എത്രയെത്രയോ മാരകമായ ക്യാൻസറിന് വിധേയമായി കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു. വളരെ ദയനീയമാണ് ഈ സാഹചര്യം. ആ ദയനീയമായ സാഹചര്യത്തിന്റെ മധ്യത്തിൽ യന്ത്ര സംസ്കാരം, തുറന്നുവിട്ട ഫാക്ടറികൾ, വ്യവസായം വേണ്ടെന്നോ ബിസിനസ് വേണ്ടെന്നോ അല്ല ഈ പറയണത്. എന്തിന്റെയും മുന്നിൽ നിർത്തേണ്ടത് മനുഷ്യനാണ്, പാവം മനുഷ്യനാണ്. അവന്റെ സ്വസ്ഥതയ്ക്ക് വിപരീതമായിട്ട് ഭവിക്കുന്നതായ ഒന്നും തന്നെ ഒരു രീതിയിലും പ്രോത്സാഹിപ്പിക്കുകയില്ലെന്ന ഒരു തീരുമാനത്തിലേക്ക് ലോക സമൂഹത്തെ കൊണ്ടുവരാൻ ഈ പ്രപഞ്ചത്തിൽ നമ്മളൊരു തുലാസ് സ്ഥാപിച്ചു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു വിളംബരം ചെയ്യുന്നു. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അല്ലാഹു തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചു. വവദഅൽ മീസാൻ. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു ഒരു സന്തുലിതാവസ്ഥയെ സ്ഥാപിച്ചു. വവദഅൽ മീസാൻ. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു തആല ഒരു ബാലൻസിനെ സ്ഥാപിച്ചു. വവദഅൽ മീസാൻ. അല്ലാഹു തആല സ്ഥാപിച്ചതായ സന്തുലിതാവസ്ഥ, ആ സന്തുലിതാവസ്ഥയെ നിഷേധിക്കരുത്. ആ സന്തുലിതാവസ്ഥയെ നിഷേധിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന വിപത്തിനെ കുറിച്ച് ഖുർആൻ ഏറ്റവും വലിയ സൂചന നൽകി. അത് മനസ്സിലാക്കിക്കൊണ്ട് ലോകത്ത് മതത്തിന് മുഴുവൻ, എല്ലാ മതങ്ങൾക്കും ഒരു ദാർശനികമായിട്ടുള്ള കരുത്ത് കൊടുക്കേണ്ടതിനെ കുറിച്ച് ഓർക്കാനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കേണ്ടത്. ഇന്ന് മതത്തിന്റെ അകത്ത് നിന്ന് ദർശനം നഷ്ടപ്പെടുന്നു, ചിന്ത നഷ്ടപ്പെടുന്നു, ശാസ്ത്രബോധം നഷ്ടപ്പെടുന്നു. അങ്ങനെയാണ് മതവിശ്വാസം പലപ്പോഴും മതപതനത്തിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് മതം തൊലിപ്പുറമെയുള്ള അവകാശവാദങ്ങളായിത്തീരുന്നത്. അങ്ങനെയാണ് മതം കൈകാര്യം ചെയ്യുന്ന ആളുകൾ പോലും രോഷത്തോടെ, കോപത്തോടെ സംസാരിക്കുന്നത്. സൗമ്യതയുടെയും സമാധാനത്തിന്റെയും വലയത്തിൽ നിന്ന്
മതം എപ്പോൾ പുറത്തു കടക്കുന്നുവോ അവിടെ വെച്ച് മതമല്ലാതായി തീരുന്നത് കാണാൻ നമുക്ക് സാധിക്കുന്നു. ആ മനുഷ്യനന്തയിൽ നിന്ന് ശാസ്ത്രത്തെയും മതത്തെയും രക്ഷപ്പെടുത്താൻ സാധിക്കണം. വഴിവിട്ട ശാസ്ത്ര ഗവേഷണങ്ങളെ രക്ഷപ്പെടുത്താൻ സാധിക്കണം. മനുഷ്യന്റെ ഉടലും കുതിരയുടെ തലയുള്ള ഒരു ജീവിയെ വേണമെങ്കിൽ ശാസ്ത്രജ്ഞന്മാർക്ക് ഇപ്പം ഉണ്ടാക്കാൻ സാധിക്കും. ക്ലോണിങ് കൊണ്ട് ജനിതക ശസ്ത്രക്രിയകൾ ഒരുപാട് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെതിരെ ലോകത്ത് പല ഭരണകൂടങ്ങളും സംഘടനകളും മനുഷ്യരും പ്രതിഷേധിച്ചപ്പോ ശാസ്ത്രജ്ഞന്മാര് നൽകിയ മറുപടി, ഈ കടപ്പുറത്ത് മദീനയിലേക്കുള്ള പാതയിൽ നാം ആശങ്കയോടെ പങ്കുവെക്കുക മാത്രമല്ല, നാം അതിനോട് പ്രതിഷേധിക്കുകയും അമർഷം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ശാസ്ത്രജ്ഞന്മാരെ പറഞ്ഞത്, ഞങ്ങളുടെ ഗവേഷണങ്ങളെ വല്ല ഗവൺമെന്റുകളും തടഞ്ഞാൽ കടലിൽ പോയിട്ട് കപ്പലിൽ വെച്ചിട്ടെങ്കിലും ഞങ്ങൾ ഈ സർജറിയും ഗവേഷണവും നടത്തുന്നതാണ് എന്ന് പറഞ്ഞാൽ, മനുഷ്യത്വമില്ലാത്ത ശാസ്ത്രബോധം, ഹൃദയമില്ലാത്ത മസ്തിഷ്കം, ബുദ്ധിശൂന്യതയും ഹൃദയശൂന്യതയും കടന്നു വരുന്ന മതവും ശാസ്ത്രവും, അങ്ങനെ ലോകാവസാനത്തിലേക്ക് വഴിയൊരുക്കുന്ന ഒരു ചുറ്റുപാട് ലോകത്തിന്റെ അന്തിമത്വത്തെക്കുറിച്ച് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം ഉണർത്തി. മൂല്യങ്ങളില്ലാത്ത ഭൂമി വേതാള നഗരം പോലെ അധപ്പതനത്തിലേക്ക് നീങ്ങുന്ന ഭൂമിയാണ്. പിശാച് പാർക്കുന്ന പട്ടണമായിട്ട് ഈ ഭൂമി മാറാതിരിക്കണമെങ്കിൽ ഭൂമിയിൽ നാശം വിതക്കരുത്. ലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഒരിക്കലും ഈ ഭൂമിയെ നന്നാക്കി തീർത്ത ശേഷം പിന്നെ നിങ്ങൾ ഈ ഭൂമിയിൽ കുഴപ്പം വിതക്കരുതെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരിക്കലും നിങ്ങൾ ഈ ഭൂമിയിൽ നാശം വിതക്കരുത്. ആ പരിശുദ്ധ ഖുർആന്റെ സൂക്തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് സ്വസ്ഥമായ ഒരു ലോകത്തിന് വേണ്ടി, സമാധാന സമ്പൂർണമായ ഒരു ലോകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥനാ നിരതരാകുന്നത്. ചൊവ്വയിൽ ജീവനുണ്ടോ എന്ന കണ്ടെത്തലുകൾ മുന്നോട്ട് പോകട്ടെ, ശാസ്ത്രം വളരട്ടെ. ജീവൻ ഒരു പക്ഷേ പ്രപഞ്ചത്തിന്റെ പല ഭാഗത്തുമുണ്ടാകാം. ആകാശഭൂമികൾ വിശാലമാണ്. ഈ കാണുന്നത് മാത്രമല്ല, ആകാശഭൂമികളും പ്രപഞ്ചവും എവിടെയൊക്കെ മനുഷ്യന്റെ അന്വേഷണം ചെന്നെത്താൻ കഴിയുമോ അവിടെ മുഴുവൻ അതെത്തണമെന്ന് 1500 കൊല്ലം മുമ്പ് പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു. അല്ലാഹുവിനെ കണ്ടറിയാൻ മംബേ നൂറേ ശംസോ ഖമർ എ മസ്ദറേ ലുത്ഫോ ഷാമോ സഹർ. മംബേ നൂറേ ശംസോ ഖമർ എ മസ്ദറേ ഷാമേ ലുത്ഫോ സഹർ. അല്ലാഹുവേ, ആകാശഭൂമികളുടെ പ്രകാശത്തിന്റെ മുഴുവൻ ഉത്ഭവമേ, സൂര്യചന്ദ്രന്മാരുടെ പ്രകാശത്തെ മുഴുവൻ നൽകുകയും അതിനെ പോറ്റുകയും സൃഷ്ടിക്കുകയും ചെയ്തവനെ, മംബേ നൂറേ ശംസോ ഖമർ എ മസ്ദറേ ലുത്ഫേ ഷാമോ സഹർ. പ്രഭാതത്തിന്റെയും പ്രദോഷത്തിന്റെയും മൃദുലതയുടെ ഉടമസ്ഥനെ അല്ലാഹുവേ. ഖുർആനിൽ എത്ര മനോഹരമാണ്. ഖുർആനിലെ ഒരധ്യായം ഉറുമ്പിന്റെ പേരിലാണ്. സൂറത്തുൻ നംല്. നിസ്സാരക്കാരനായ ഉറുമ്പിന് അല്ലാഹുവിന്റെ കലാമിൽ ഒരധ്യായമാണ്. ചവിട്ടി ഞെരിക്കുന്ന ഉറുമ്പിനെ ഈ ലോകത്താര് ശ്രദ്ധിക്കാൻ? പക്ഷേ ലോകത്തുള്ള മനുഷ്യരോട് ഖുർആൻ പറയുന്നു, നീ ഒരിക്കലും ഉറുമ്പിനെ പോലും അവഗണിക്കരുതേ. ഖുർആനിലെ വേറെ ഒരു അധ്യായത്തിന്റെ പേര് 8 കാലി എന്നാണ്. സൂറത്തുൽ അങ്കബൂത്ത്. 8 കാലി എന്നാണ്. റൂമിലോ മറ്റോ വല്ല 8 കാലിയെയും കണ്ടാൽ അതിനെ തച്ചു കൊല്ലാനല്ലാതെ അതിനെപ്പറ്റി ചിന്തിക്കാൻ മെനക്കെടുന്നവർ എത്ര പേരുണ്ട്. പക്ഷേ 8 കാലിക്ക് വേണ്ടി അല്ലാഹുവിന്റെ കലാമിൽ ഒരധ്യായമാണ് സൂറത്തുൽ അങ്കബൂത്ത്. ഖുർആനിലെ വേറെ ഒരു അധ്യായത്തിന്റെ പേര് തേനീച്ച എന്നാണ്. പ്രകൃതിയുമായിട്ട് സമരസപ്പെടാൻ, മിണ്ടാപ്രാണികളെ പോലും കണ്ടെത്താൻ ഖുർആനിലെ വേറെ ഒരു അധ്യായത്തിന്റെ പേര് പശു എന്നാണ്. അൽ ബഖറ. ഉദാത്തമേ ദിവ്യഗ്രന്ഥം. ഇന്ന് പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനങ്ങൾ ലോകത്ത് വളർന്നു വരികയാണ്. ഇന്ന് ഉറുമ്പ് ചാലിട്ട് പോകുന്നത് പോലും സൂക്ഷിച്ചാൽ മാത്രമേ ലോകത്ത് ജീവൻ നിലനിർത്താൻ കഴിയൂ എന്ന് സയൻസ് പഠിപ്പിക്കുകയാണ്. തേനീച്ചയെക്കുറിച്ചുള്ള പഠനങ്ങൾ ലോകത്ത് പുരോഗമിക്കുകയാണ്. 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് മരുഭൂമിയിലെ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിക്കൊണ്ട് ആളുകളോട് പറഞ്ഞു, അല്ലാഹു തേനീച്ചയിലെ റാണിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ തേൻ ശേഖരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുക.
റാണി എന്നാണ് ഖുർആനിലൂടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. തേനീച്ചയിൽ ഒരാണുണ്ടെന്നും പെണ്ണുണ്ടെന്നും അതിൽ റാണി എന്ന പെണ്ണിന് പ്രത്യേക പദവിയുണ്ടെന്നും ഇന്ന് ശാസ്ത്രത്തിന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഗവേഷണത്തിന്റെ പിൻബലമില്ലാതെ, ലബോറട്ടറിയിൽ ചെന്ന് ഉറക്കമിളക്കാതെ, ഒരു ഗവേഷണത്തിനും ഒരുങ്ങാതെ, ഒരു മഷിയുണ്ട പേന കൊണ്ട് എഴുതാതെ, നിരക്ഷരരിൽ നിരക്ഷരരെ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പാരായണം ചെയ്ത ഖുർആൻ ഓതിക്കൊണ്ട് പറഞ്ഞു റാണിയെക്കുറിച്ച്. മംബഎ നൂറെ ശംസോ ഖമർ എ മസ്ദറെ നൂറെ മസ്ദറെ ലുത്ഫോ ഷാമോ സഹർ. പ്രഭാതത്തിന്റെയും പ്രദോഷത്തിന്റെയും മൃദുലത നൽകിയോനെ തമ്പുരാനെ, എത്ര നിർമ്മലമാണ് എന്റെ പ്രഭാതം, എത്ര മഞ്ഞുമല പോലെ, എത്ര ഉരുകിയ മഞ്ഞു പോലെ ഉദിക്കുന്ന ഒരു പ്രഭാതം, എത്ര സുന്ദരമാണ്. കിളികൾ കരയുന്നുണ്ടോ? സുബ്ഹിയുടെ ബാങ്ക് മുഴങ്ങിയിരിക്കുന്നു. ആകാശത്തിന്റെ മേലാപ്പിന്റെ താഴെ, ഭൂമിയുടെ വിരിപ്പിന്റെ മീതെ കിളികൾ ചലക്കുകയാണ്, പൂക്കൾ വിടരുകയാണ്, മന്ദസ്മിതം തൂകുകയാണ്. മംബഎ നൂറെ ശംസോ ഖമർ എ മസ്ദറെ ലുത്ഫോ ഷാമോ സഹർ. പ്രഭാതത്തിന്റെയും പ്രദോഷത്തിന്റെയും മൃദുലത നൽകിയോനെ തമ്പുരാനെ അല്ലാഹുവേ. അല്ലാഹ്, എല്ലാ പ്രാർത്ഥനയും നിനക്ക് മാത്രമാണ് തമ്പുരാനെ. സകല പ്രാർത്ഥനകളും നിനക്ക് മാത്രമാണ് തമ്പുരാനെ. സൃഷ്ടിയായ സൃഷ്ടി മുഴുവൻ തിരിയേണ്ടത് നിന്റെ അടുക്കലേക്ക് മാത്രമാണ് തമ്പുരാനെ. നാളെ ഖിയാമത്തിലുള്ള ഒരു രംഗം നിന്റെ ദൂതൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു നാഥ. ഓരോരുത്തരും അവർ ആരാധിച്ചതിലേക്ക് ചേരുന്ന ദിവസമാണ് ഖിയാമത്തെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോരുത്തരും അവർ ആരാധിച്ചതിലേക്ക് ചേരുന്ന ദിവസമാണ്. സൂര്യനും ചന്ദ്രനും പ്രത്യക്ഷപ്പെടും അവിടെ എല്ലാം പ്രത്യക്ഷപ്പെട്ടു നിൽക്കും. ഓരോന്നിനെ ആരാധിച്ചവരാരാണോ തങ്ങളുടെ ആരാധ്യ പാത്രങ്ങളിലേക്ക് ചേർന്നുകൊള്ളുക എന്ന് പറയുമ്പോ എന്റെ റബ്ബ് എഴുന്നള്ളുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ റബ്ബിനെ കാണാൻ മുഅ്മിനീങ്ങൾക്കവൻ പ്രത്യേക കണ്ണു കൊടുക്കുമെന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മംബഎ നൂറെ ശംസോ ഖമർ എ മസ്ദറെ ലുത്ഫോ ഷാമോ സഹർ. പ്രഭാതത്തിന്റെ പ്രദോഷത്തിന്റെ മൃദുലതയുടെ നാഥനെ തമ്പുരാനെ. മാബൂദ് മലക് മസ്ജൂദ് ബശർ യ ഫർശ് മുനസ്സൽ ബിതര. ഈ താണ് കിടക്കുന്ന ഭൂമിയും നിന്റേത്, വർഷ മുഅല്ല ബിതര. ആ ഉയർന്ന ഉപരിലോകവും നിന്റേതാണ് തമ്പുരാനെ. ഈ അധോലോകം നിന്റേത്, ആ ഉപരിലോകവും നിന്റേത്. ആലാതര അദ്നാതര, ഉയർന്നതും ലോകവും നിന്റേത്, താണലോകവും നിന്റേത്. മംബഎ നൂറെ ശംസോ ഖമർ എ മസ്ദറെ ലുത്ഫോ ഷാമോ സഹർ. പ്രഭാതം നൽകിയോനും നീ തന്നെയാണ്. ഒരു സന്ധ്യയുടെ നേരത്ത് ഒരു മലമുകളിൽ പോയി നിന്നിട്ട് ഒരു അസ്തമയം കാണുമ്പോ ഉള്ളു നിറഞ്ഞു പോവുകയാണ്. കോഴിക്കോടൻ കടപ്പുറത്ത് സന്ധ്യ വന്നിട്ട് അസ്തമയം കാണുന്ന എത്രയോ പതിനായിരങ്ങൾ. അവരിൽ എത്ര പേര് ചിന്തിക്കുന്നു സൂര്യന്റെ സൗന്ദര്യം എത്ര ഉദാത്തമാണ്, അസ്തമിക്കാൻ പോകുന്ന സൂര്യഗോളത്തിന്റെ ഉന്നതമായ അവസ്ഥാവിശേഷം എത്ര അത്ഭുതകരമേ, എത്ര വിസ്മയകരമേ. ആ സൂര്യനെ പടച്ച റബ്ബേ, നീ എത്ര സർവശക്തനാണ്, നീ എത്ര സുന്ദരനാണ്, നീ എത്ര ജമീലാണ്, നിന്റെ ജമാൽ എത്ര ഉന്നതമാണ്. മംബഎ നൂറെ ശംസോ ഖമർ എ മസ്ദറെ ലുത്ഫേ ഷാമോ സഹർ. ഒരു പ്രഭാതം മാത്രമല്ല, ഒരു പ്രദോഷം മാത്രമല്ല, ഒരു ഉഷസ് മാത്രമല്ല, എത്രയോ സന്ധ്യകൾ. കുറെ സന്ധ്യ കഴിയുമ്പോ ഒരു ദിവസം മലക്കുൽ മൗത്ത് വന്ന് വാതിലിൽ നിൽക്കുമ്പോ നമ്മോട് മലക്കുൽ മൗത്ത് പറയാൻ നിൽക്കൂല. അങ്ങനെ പറയാൻ ഒരാൾക്ക് മാത്രമേ അവസരമുണ്ടായിട്ടുള്ളൂ. ഇന്ന് 10 മണിക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പുണ്യ റസൂലിന്റെ വഫാത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് ഒരാളോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതും ജിബ്രീലിന്റെ കെയർ ഓഫിൽ. ജിബ്രീലിനോട് ആദ്യം മലക്കുൽ മൗത്ത് പറഞ്ഞു,
ഞാനൊന്നങ്ങോട്ട് കടന്നോട്ടെ, ജിബ്രീലേ അങ്ങ് പോയിട്ട് പുണ്യ റസൂലിന്റെ അനുമതി ചോദിക്കുമോ? അസ്രായീൽ അനുമതിക്ക് വേണ്ടി കാത്തതെന്ന് മാത്രമാണ്. അകത്ത് നിദ്ര കൊള്ളുകയാണ്, ആയിഷയുടെ മടിത്തട്ടിലാണ്. ഇരുലോകത്തിന്റെ പുണ്യമാണ്, സയ്യിദുൽ കൗനൈൻ നബിയു സഖലൈൻ, ആകാശത്തിന്റെ പൊരുള് പോലെ, ഭൂമിയുടെ ക്ഷമ പോലെ, മുഴുവൻ കുയിളങ്കാറ്റിന്റെയും മുഴുവൻ ഇളംകാറ്റിന്റെയും മൃദുല മനോഹാരിത പോലെ, ആകാശത്തിന്റെ മാനത്തിന്റെ മുഴുവൻ വിടർന്നു നിൽക്കുന്ന നക്ഷത്രങ്ങളുടെ മുഴുവൻ വീര്യം പോലെ, ചന്ദ്രശോഭ പോലെ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജിബ്രീലിനെ നോക്കിക്കൊണ്ട് പുണ്യ നബി മൊഴിഞ്ഞു, ജിബ്രീലേ, മലക്കുൽ മൗത്തിന് അനുമതി കൊടുത്താലും വന്നുകൊള്ളട്ടെ എന്റെ അടുക്കലേക്ക്. അങ്ങനെ അവിടെ വെച്ച് ഇസ്രായേൽ പറഞ്ഞു, ഞാൻ ഒരാളോട് മാത്രമേ ഇന്നോളം റൂഹിനെ പിടിക്കാൻ അനുമതി ചോദിച്ചിട്ടുള്ളൂ, ഇന്ന് വരെ ഒരാളോടും അത് ചോദിച്ചിട്ടില്ല. നാളെ ഖിയാമത്ത് വരെ അങ്ങനെ ഒരാളോട് ചോദിക്കുന്ന പ്രശ്നമില്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങ് വന്നാലും എന്ന് പരിശുദ്ധ നബി മിടി വിളിക്കുമ്പോൾ ഇസ്രായേൽ വന്നുകൊണ്ട് ആ റൂഹിനെ സ്വീകരിക്കുകയാണ്. അത്രമാത്രം മൃദുലമല്ല, അത്രമാത്രം ഉദാത്തമല്ല. പക്ഷേ നമുക്കുമുണ്ടൊരു മരണം. കണ്ട സന്ധ്യകൾ ധാരാളമെന്ന്, കണ്ട പ്രഭാതങ്ങൾ ധാരാളമെന്ന്, കണ്ട ത്രിസന്ധ്യകൾ മതിയെന്ന്, ഈ ജീവിതം മതിയെന്ന്, ഈ പ്രപഞ്ചത്തിലെ പങ്കാളിത്തം മതിയാക്കി പോരൂ എന്ന് മലക്കുൽ മൗത്ത് വന്ന് പറയുന്ന ഒരു നേരം, തുദാവറെ റോസെ മഹ്ശർ ബി തുഖാലിഖു റബ്ബെ അക്ബർ ബി, തൂർനർദാവറെ റോസെ മഹ്ശർ ബി, വിചാരണ ദിവസത്തിന്റെ ഉടമസ്ഥൻ നീയാണ്. തുഖാലിഖു റബ്ബെ അക്ബർ ബി, സൃഷ്ടാവായ റബ്ബും നീയാണ്, ഏറ്റവും വലിയ നാഥനായ രക്ഷിതാവും നീയാണ്. തു അഫ്സൽ ബി തുബർതർ ബി, മബൂദ് മലക്ക് മസ്ജൂദ് ബശർ, മംബയെ നൂറെ ശംസോ ഖമർ, ഏ മസ്ദറെ ലുത്ഫെ ശാമോ സഹർ. പ്രഭാതത്തിന്റെയും പ്രദോഷത്തിന്റെയും മുഴുവൻ ഉടമസ്ഥനായിട്ട് നിലകൊള്ളേണ്ട പരിശുദ്ധനാഥൻ, നിലകൊള്ളുന്ന നാഥൻ അല്ലാഹുവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നിന്റെ പുണ്യനബിയുടെ മദ്ഹിൽ ഇനിയും സംവത്സര കണക്കിന് കാലം ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. നിന്റെ നബിയെക്കുറിച്ച് പറയാൻ ഈ നാവിന് ശക്തി തരണേ അല്ലാഹ്. പറയാൻ ഇമ്പമുള്ള വിഷയമേതെന്ന ചോദ്യത്തിനൊരു മറുപടിയേ ഉള്ളൂ. ആകാശത്തിന് താഴെ ഇമ്പം പോകാത്ത ഒറ്റ വിഷയമേ ഉള്ളൂ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് പ്രസംഗത്തിലും വിഷയത്തിനും അടുപ്പാണ്, ഏത് വിഷയത്തിലും ആവർത്തനം വിരസമാണ്. ഈ ലോകത്ത് നിത്യമായ ഇമ്പത്തോടെ, ഈ ലോകത്ത് നിത്യമായ വസന്തത്തോടെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു ഉദ്യാനമുണ്ടെങ്കിൽ അത് മദീനയുടെ ഉദ്യാനമായി പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അതുകൊണ്ട് എട്ടുകാലിയെപ്പോലും ശ്രദ്ധിക്കാൻ, പ്രാവിനെപ്പോലും ശ്രദ്ധിക്കാൻ, ഉമയ്യത്ത് ഇബ്നു ഖലഫ് ദൗർ ഗുഹയുടെ മുമ്പിലൂടെ പോയി. സിദ്ദീഖിന്റെ മടിയിൽ പുണ്യ റസൂലാണ് മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്താണ് എട്ടുകാലി വലയിട്ടത് കണ്ടത്, പ്രാവ് മുട്ടയിട്ടത് കണ്ടത്. ഉമയ്യത്ത് ഇബ്നു ഖലഫ് ശത്രുക്കളിൽ ക്രൂരനാണ്, കുതന്ത്രങ്ങളിൽ മുമ്പനാണ്, ദൈവത്തിന്റെ എതിരാളികളിൽ പ്രമുഖനാണ്. ആ ഉമയ്യത്ത് ഇബ്നു ഖലഫ് അവിടെ വെച്ച് പറഞ്ഞു, ഇവിടെ എന്ത് മുഹമ്മദിനെ തിരയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ നിങ്ങൾ എട്ടുകാലിയെ? എട്ടുകാലി വെറുതെ വന്നിട്ട് വല കെട്ടുമോ? ഒരു ദ്വാരത്തിന് മുഴുവൻ, ഒരു ദ്വാരത്തിന്റെ മുഖത്ത് മുഴുവൻ ഒരു എട്ടുകാലി വല കെട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിനകത്തൊരു മനുഷ്യൻ പാർക്കുക? അതുപോലെ പ്രാവ് മുട്ടയിട്ട ഒരു സ്ഥലത്ത് നിങ്ങൾ എന്തിന് മുഹമ്മദിനെ തിരയണമെന്ന് ഉമയ്യത്ത് ഇബ്നു ഖലഫ് പറഞ്ഞപ്പോൾ നിസ്സാരക്കാരനായ എട്ടുകാലി പ്രപഞ്ചത്തിൽ വലിയ ഒരു ദൗത്യം നിർവഹിക്കുകയാണ്. അല്ലാഹു ഏൽപ്പിച്ച ദൗത്യം, അവന്റെ റസൂലിനെ കാക്കുക എന്ന ദൗത്യം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. ആ അഭിമാനത്തോടെ നാം സമ്മേളിച്ചിരിക്കുന്നു. നമ്മൾ എത്ര നിസ്സാരക്കാരായാൽ എന്താണ്? നമ്മൾ പറയുന്ന വാക്കും നമ്മുടെ മനസ്സിലെ നിയ്യത്തും എത്ര ഉന്നതമാണ്. വളരെ നിസ്സാരക്കാരനാണെങ്കിലും ഇവൻ പറയുന്നത് മുത്താണ്, ഇവൻ പറയുന്നത് മുത്താണ്. ഇവൻ വളരെ നിസ്സാരക്കാരനും താഴ്ന്നവരിൽ താഴ്ന്നവനും അധമരിൽ അധമനുമാണെങ്കിലും ഇവൻ പറയുന്നത് ഏറ്റവും മുത്താണ്. നാസാഹും
इस वक्त के गुहर बोल रहा हूँ मीज़ान മുഹബ്ബത്ത് മേ ഇൻഹേ തോൽ രഹാ ഹൂ. ഇവന്റെ വാക്കുകളെ സ്നേഹത്തിന്റെ തുലാസിലിട്ട് തൂക്കുകയാണ് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒരു വലിയ സ്നേഹത്തിന്റെ തുലാസിലിട്ട് ഇവന്റെ വാക്കുകളെ തൂക്കാനാണ് മദീനയിലേക്കുള്ള പാത. തൂക്കാൻ, ഹൃദയത്തിൽ കനമുണ്ടോ എന്ന് നോക്കാൻ, സ്വന്തം കണ്ണാടി പോലെ ഹൃദയത്തെ പിടിക്കാൻ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോട്ടാ ഹൂ. വളരെ ചെറിയവനാണ് ഞാൻ, വളരെ മോശക്കാരനാണ് ഞാൻ. മഗർ ബോൽ ബഡേ ബോൽ രഹാ ഹൂ. പക്ഷെ വലിയ വർത്തമാനമാണ് പറയുന്നത്. നിസ്സാരക്കാരനാണ്, ചെറുപ്പമാണ്, മോശമാണ്, അധമരിൽ അധമനാണ്, താഴ്ന്നവരിൽ താഴ്ന്നവനുമാണ്. പക്ഷേ പറയുന്ന വാക്കുകൾ ഉന്നതമാണ്. ചോട്ടാ ഹൂ, ഏറ്റവും ചെറുപ്പമാണ്. മഗർ ബോൽ ബഡാ ബോൽ രഹാ ഹൂ. പക്ഷേ വലിയ വലിയ വാക്കാണ് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ താരീഫ് മുഹമ്മദ് മേ സുബാൻ ഖോൽ രഹാ ഹൂ. ഞാൻ മുഹമ്മദിനെ സ്തുതിക്കാനാണ് എന്റെ ചുണ്ട് തുറക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുവേണ്ടി എന്റെ നാവ് ചലിക്കുന്നു. അതിനുവേണ്ടി വാക്കുകൾക്ക് രോമാഞ്ചമാണ്. അതിനുവേണ്ടി ആത്മാവാണ് വാക്കുകൾക്ക്. അതിനുവേണ്ടിയാണ് ഈ ലോകത്ത് ഭാഷയുണ്ടായത്. അതിനുവേണ്ടിയല്ലയോ പ്രസംഗങ്ങളും പ്രഭാഷകരും ഉണ്ടായത്. എന്തുകൊണ്ടെന്നാൽ ആളുകൾക്ക് രണ്ട് വാക്ക് പറയാനുള്ള ആഗ്രഹം വരുമ്പോ അവരൊക്കെ പ്രാർത്ഥിച്ചു. ഒരു പ്രവാചകൻ പോലും മുമ്പൊരിക്കൽ പ്രാർത്ഥിച്ചു. മൂസ എന്ന പ്രവാചകൻ അല്ലാഹു സംസാരിക്കാൻ ഭാഗ്യമുണ്ടാവുക എന്ന് പറയുന്നത് എത്ര വലിയ ഭാഗ്യമാണ് മൂസാ നബിക്ക്. മൂസാ നബിയെ ലോകം പേരിട്ട് വിളിച്ചു കലീമുല്ലാഹി മൂസ. അല്ലാഹു സംസാരിച്ച മൂസ എന്ന്. ആ മൂസാ നബി അലൈഹിസ്സലാമിനെ ഫിർഔന്റെ അടുക്കലേക്ക് അല്ലാഹു നിയോഗിച്ചപ്പോൾ മൂസാ നബി പറഞ്ഞു പോയി, പോകാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ മൂസയുടെ മുമ്പിൽ പോയി സംസാരിക്കാനുള്ള വാഗ്മിത എനിക്കില്ല. എനിക്ക് വാക്ക് വൈഭവമില്ല. എനിക്കൊരു പ്രസംഗകന്റെ ശൈലിയില്ല. എന്റെ നാവ് സ്ഫുടമല്ല തമ്പുരാനെ. മൂസ പ്രാർത്ഥിക്കുകയാണ്. തൂരിസീനാമലയുടെ രോമാഞ്ചം. ഈ വിനീതൻ തൂരിസീനാമല ദൂരെ നിന്ന് കണ്ടു നോക്കി നിന്നിട്ടുണ്ട്. തീ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് മൂസാ നബി കയറിപ്പോയ മല മക്കളെയും കുടുംബത്തെയും താഴെ നിർത്തിക്കൊണ്ട് ഞാൻ തീ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് മൂസ കയറിപ്പോയി. തിരിച്ചു വന്നപ്പോഴോ അൽ ഖുദാ കെ ദീൻ കെ പൂച്ചി അഹ്വാൽ പൂച്ചിയേ കലീം സേ. അല്ലാഹുവിന്റെ ദീനിന്റെ അത്ഭുതം അറിയണമെങ്കിൽ മൂസയോട് ചോദിക്കൂ. പോയത് തീ കൊണ്ടുവരാനാണ്. അവർ പയമ്പരി പായേ. തിരിച്ചു വന്നത് നുബുവത്തുമായിട്ടാണ്, പ്രവാചകത്വവുമായിട്ട്. തീ കൊണ്ടുവരാൻ പോയ മൂസയോട് അല്ലാഹു സംസാരിച്ചു. മൂസ, അല്ലാഹു സംസാരിക്കുക എന്നത് വലിയ ബഹുമതിയാണ്. പക്ഷേ എന്നിട്ടും മൂസാ നബി റബ്ബിനോട് തേടി, റബ്ബി ശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവേ, എന്റെ നെഞ്ചൊന്ന് തുറന്നു താ, എന്റെ കാര്യമൊന്ന് എളുപ്പമാക്കിത്താ, എന്റെ നാവിന്റെ കെട്ടെന്നടിച്ചു മാറ്റിത്താ തമ്പുരാനെ. എന്നിട്ട് ഞാൻ ഫിറഔന്റെ മുമ്പിൽ പോയിട്ടൊരു പ്രസംഗം ചെയ്യാം എന്ന് പ്രാർത്ഥിക്കുകയാണ് മൂസാ നബി ചെയ്തത്. ഇവിടെ ഇതാ ഒരു അന്ത്യപ്രവാചകൻ നിലകൊള്ളുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ പോലും വാക്സ്ഫുടതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടില്ല. അറബികൾക്കിടയിൽ ഇത്ര സുന്ദരമായി സംസാരിക്കുന്ന ഒരാൾ ജനിച്ചിട്ടില്ലെന്ന് അറബികൾ മുഴുവൻ സാക്ഷ്യപ്പെടുത്തിയ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചോട്ടാ ഹൂ, നമ്മളൊക്കെ എത്ര ചെറുപ്പമായാൽ എന്താണ്, മഗർ ബോൽ ബഡേ ബോൽ രഹാ ഹൂ. വലിയ വാക്കുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താരീഫ് മുഹമ്മദ് മേ സുബാൻ ഖോൽ രഹാ ഹൂ. മുഹമ്മദുർ റസൂലുള്ളാഹിനെ സ്തുതിക്കാനല്ലയോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുകൊണ്ടല്ലയോ 3 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ സംഗമം. എത്രയെത്ര ദുആകളാണ് ഈ സദസ്സിന് വേണ്ടി, എത്രയെത്ര പ്രാർത്ഥനയാണ്. വീണ്ടും ഒരുമിച്ച് കൂടാൻ, പുണ്യ റസൂലിനെ നെഞ്ചു തുറന്ന് മദ്ഹ് ചെയ്യാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കുറിച്ച് പറയുന്നവന്റെ വാക്കിന് ശക്തി, അവിടുത്തെ കുറിച്ച് എഴുതുന്നവന്റെ പേനക്ക് ശക്തി, അവിടുത്തെ കുറിച്ച് ചിന്തിക്കുന്നവന്റെ കൽബിന് ശക്തി. ആ ശക്തി ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോ, മരണത്തിലേക്ക് മനുഷ്യൻ അടുത്തു പോകുമ്പോ ബേജാറാകാതെ മരണപ്പെടാൻ ഉള്ളിൽ സൂക്ഷിക്കേണ്ട ഒരു പ്രകാശമുണ്ടെങ്കിൽ അത് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ.
ഖാമോഷ് കർ രഹേ തോ ഖുദാ കീ കിതാബ് ഹേ. ഈ പരിശുദ്ധ റസൂൽ എന്ന് മിണ്ടാതിരുന്നാൽ ആ റസൂൽ തന്നെയാണ് അല്ലാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആൻ. വല്ലാത്ത വരികളാണ്. ഖാമോഷ് കർ രഹേ തോ ഖുദാ കീ കിതാബ് ഹേ. ഈ റസൂൽ മിണ്ടാതെ മൗനമായിട്ടിരുന്നാൽ അല്ലാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആൻ ഈ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വെറും ഒരു കവിയുടെ വാക്കല്ല. പരിശുദ്ധ റസൂൽ വഫാത്തായതിന്റെ പിറകെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലെ ചെറിയ കാര്യം പോലും അനുകരിക്കാൻ അവസരം നോക്കി നടന്ന സഹാബത്ത്, പുണ്യങ്ങൾ കൊയ്തെടുക്കാൻ, സ്വർഗത്തിൽ വലിയ സ്ഥാനം കരസ്ഥമാക്കാൻ മോഹിച്ച സഹാബത്ത് ആയിഷയുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, പുണ്യ റസൂലിനെ ഒരു വിരുന്നിന് ക്ഷണിക്കണമെന്ന്. അയൽവാസി വന്നുകൊണ്ട് പുണ്യ നബിയെ ക്ഷണിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടൻ തന്നെ ആയിഷയുണ്ട് വിരിക്കപ്പുറത്ത് നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, ഇവരോ? നബിയെ ഒറ്റയ്ക്ക് വിരുന്നിന് ക്ഷണിച്ചപ്പോ നബി വീട്ടിന്റെ അകത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, എന്റെ ആയിഷ. വിരുന്നിന് ക്ഷണിക്കാൻ വന്ന ഇറാനി പറഞ്ഞു, അങ്ങേ മാത്രം. ഉടൻ തന്നെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, എന്നാൽ ഞാനില്ല. രണ്ടാമതും ക്ഷണം. വീണ്ടും നബിയുടെ ചൂണ്ടുവിരൽ വീട്ടിന്റെ അകത്തേക്ക്. ഇവരോ? എന്റെ പ്രേയസി ആയിഷ, എന്റെ ലോകത്തിന്റെ പുണ്യങ്ങളെ മുഴുവൻ ലോകത്തിനും എത്തിക്കേണ്ട ആയിഷ, എന്റെ ജീവിതത്തിന്റെ പ്രമാണങ്ങൾ. പുണ്യനബി ഒരിക്കലേ ഹജ്ജ് ചെയ്തുള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹജ്ജിന്റെ സുഗന്ധം പരന്നു നിൽക്കുന്ന സദസ്സാണ്. ആ ഒറ്റ ഹജ്ജിന്റെ റിപ്പോർട്ടിന് വേണ്ടി ഇന്ന് കോടാനുകോടി പിൻപറ്റാൻ തയ്യാർ. എങ്ങനെയായിരുന്നു ആ ഹജ്ജ്? എങ്ങനെയാണ് കല്ലെറിഞ്ഞത്? എങ്ങനെയാ മിനയിൽ പാർത്തത്? എങ്ങനെയാ മുസ്ദലിഫയിൽ എവിടെ വെച്ചാ മുടിമുറിച്ചത്? എങ്ങനെയാ സഅയ് നടത്തിയത്? എങ്ങനെയാണ് കഅബയുടെ തവാഫ്? എങ്ങനെയാണ് സഫാ മർവക്കുന്നിലെ സഅയ്? എങ്ങനെയാണ് അവിടുത്തെ ചടങ്ങുകൾ? അത് മുഴുവൻ ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ ഭാഗ്യമുണ്ടായവരിൽ പ്രമുഖ സ്ഥാനത്ത് സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ. പുണ്യ റസൂൽ ഹജ്ജിനൊരുങ്ങി കുളിച്ചു വന്നു. അവിടുന്ന് ഇഹ്റാം ചുറ്റി നിന്നു. ഞാൻ അവിടുത്തെ പുണ്യമേനിയിൽ സുഗന്ധം പൂശി. സുഗന്ധം പൂശുന്ന നേരത്ത് അവിടുത്തെ കൈവെള്ള തിളങ്ങിയത് ഞാൻ കണ്ടുവെന്ന് പുണ്യവതി ആയിഷ. ഭാഗ്യമേ ആയിഷ, നുബുവത്തിന്റെ കടപ്പറ പങ്കിട്ട ആയിഷ, ജിബ്രീൽ കെട്ടിപ്പിടിച്ച ദേഹത്തെ സ്പർശിക്കാൻ ഭാഗ്യമുണ്ടായ ആയിഷ, ലോകത്തിന്റെ പുണ്യവതി ആയിഷ. രണ്ടാമതും വന്ന് ചോദ്യം, ഈ എന്റെ വീട്ടിൽ വന്ന് എന്റെ ഭക്ഷണം കഴിക്കുമോ പുണ്യ നബിയെ? അപ്പോഴും വീണ്ടും ചുണ്ടാണി വിരൽ വീടിന്റെ അകത്തേക്ക് നീണ്ടു. ഇവരോ? അപ്പോഴും ക്ഷണിക്കാൻ വന്ന ഇറാനിയൻ പറഞ്ഞു, ഇല്ല, അങ്ങ് മാത്രം. മൂന്നാമതും ക്ഷണിച്ചപ്പോ പുണ്യനബി വീണ്ടും ചോദിച്ചു, ഇവരോ? ക്ഷണിക്കാൻ വന്ന ഇറാനിയൻ പറഞ്ഞു, അതെ, അവരും. അങ്ങനെ പുണ്യനബി കാലം എടുത്തു വെച്ചു. അയൽവാസിയുടെ വീട്ടിലേക്ക് വിരുന്നിന് പോകുമ്പോ നാണം കുണുങ്ങിയായ ലോകത്ത് സ്വർഗത്തിൽ അലങ്കാരം പൂണ്ട് നിൽക്കേണ്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ, എന്തൊരു രസമാണ്! ഓർക്കുന്നത് തന്നെ പുണ്യമാണ്. മുമ്പേ നടക്കുന്നത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നാലെ നടക്കുന്നത് പുണ്യവതി ആയിഷ റളിയല്ലാഹു തആല അൻഹ. ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഖാമോഷ് കർ രഹേ തോ ഖുദാ കീ കിതാബ് ഹേ. ഈ നബി മിണ്ടാതിരുന്നാൽ, മൗനമായിട്ടിരുന്നാൽ അത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹയെ സമീപിച്ചുകൊണ്ട് സഹാബികൾ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ സ്വഭാവം? അവിടുത്തെ സ്വഭാവം ശീലിക്കാൻ വേണ്ടിയാണ്, അവിടുത്തെ സ്വഭാവം ഞങ്ങൾക്ക് അനുകരിക്കാൻ വേണ്ടിയാണ്, അവിടുത്തെ സ്വഭാവത്തെ ഞങ്ങൾക്ക് പിൻപറ്റാൻ വേണ്ടിയാണ്. എങ്ങനെയുണ്ട് സ്വഭാവം എന്ന് ചോദിച്ചപ്പോൾ, ഇന്നമാതിരി രാവ്, ഇന്നമാതിരി പകല്, ഇന്നമാതിരി പ്രഭാതം, ഇന്ന പോലെ പ്രദോഷം എന്ന് ക്ലാസ് എടുത്തു കൊടുക്കാനോ ദീർഘമായി വിവരിക്കാനോ തയ്യാറാകാതെ ആയിഷ റളിയല്ലാഹു അൻഹാ പറഞ്ഞ ഒറ്റ വാക്ക് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നു, ഖുലുഖുഹു അൽ ഖുർആൻ. അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു, അവിടുത്തെ ശീലങ്ങൾ ഖുർആനായിരുന്നു. ഖുർആൻ എന്ത് പറഞ്ഞോ അത് അവിടുന്ന് ജീവിച്ച് കാട്ടി എന്ന് ആയിഷ. അതുകൊണ്ട് ഖാമോഷ് കർ രഹേ തോ ഖുദാ കീ കിതാബ് ഹേ, गर बोलने लगे तो रिसालत माब है. നബി മിണ്ടാൻ തുടങ്ങിയാൽ പുണ്യ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി മിണ്ടാതിരുന്നാൽ അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്. ന ദുനിയാ ഔർ ന ദുനിയാ കാ ഖരീന യാദ് ആതാ ഹേ. ഇപ്പോ എനിക്ക് ദുനിയാവിന്റെ മനസ്സിലില്ല,
ഇവിടെ നിൽക്കുമ്പോ ഒട്ടുമില്ല. ദുനിയാവ് മനസ്സിലുള്ളവർക്ക് ഇവിടെ വന്ന് നിൽക്കാനോ ഇങ്ങനെ പറയാനോ കഴിയില്ല. ന ദുനിയാ ഔർ ന ദുനിയാക്കി ഖരീനായാത് ആതാ ഹേ. ഈ ദുനിയാവന്റെ ഓർമ്മയിലേ വരുന്നില്ല. ന മുജ്കോ മേ ഖാനാ ജാ മുമീനായാത് ആതാ ഹേ. എനിക്ക് പർണശാല ഓർമ്മയില്ല, എനിക്ക് പാനം ചെയ്യുന്ന കുടീരങ്ങൾ ഓർമ്മയില്ല, എനിക്ക് വിളമ്പി വെച്ച പാത്രങ്ങൾ ഓർമ്മയില്ല, എനിക്ക് ഊട്ടേണ്ട സദ്യയെ പറ്റിയും ഓർമ്മയില്ല, എനിക്ക് കടന്ന് ചെല്ലേണ്ട സ്ഥലങ്ങളെ പറ്റി ഓർമ്മയില്ല. എന്റെ മനസ്സിൽ ദുനിയാവിന്റെ പാചകങ്ങളില്ല, എന്റെ മനസ്സിൽ ദുനിയാവിന്റെ പാനപാത്രങ്ങളില്ല, എന്റെ മനസ്സിൽ ദുനിയാവിന്റെ സ്ഥാനങ്ങളോ മഹിമകളോ ഇല്ല. ന കൗസർ ഓർ ന ജന്നത്ത് കാ സഫീന യാദ് ആതാ ഹേ. കൗസർ കുറെ ഓർമ്മയിലുണ്ട്, അവിടുത്തെ തിരു കൗസർ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അതിനേക്കാൾ ഓർക്കേണ്ടത് തടപ്പ് ജാതാ ഹെ ദിൽ ജിസ്ദം മദീന യാദ് ആതാ ഹെ. മദീന ഓർമ്മ വരുമ്പോഴേക്ക് ഹൃദയം സ്പന്ദിക്കുകയാണ്, ഹൃദയം പിടിച്ചുലക്കപ്പെടുകയാണ്, ഹൃദയം കോരിത്തരിക്കുകയാണ്. ഇത് ബുദ്ധി മാത്രം കൈവശമുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഭാഷയാണ്. ഇത് ബുദ്ധിയുടെ ഗണിതത്തിന് ഒതുങ്ങുന്ന പ്രയോഗങ്ങളല്ല. ഇത് ബുദ്ധിയുടെ മാത്രം തടവറയിൽ കഴിയുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന സിദ്ധാന്തമല്ല. അഹ്ല ദിൽ സമജ്തേ ഹേ മഖാമേ മുസ്തഫ ക്യാ ഹേ. മുസ്തഫാന്റെ സ്ഥാനം എന്തെന്ന് ഹൃദയമുള്ളവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം. നെഞ്ച് എന്ന ഒരു ഉപകരണം, അതിന്റെ അകത്ത് ഹൃദയം എന്ന ഒരു മാംസപിണ്ഡം, അതുള്ളവർക്ക് മാത്രമേ അഹ്ല ദിൽ സമജ്തേ ഹേ മഖാമേ മുസ്തഫ ക്യാ ഹേ. സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു മുഹമ്മദ് വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. സദസ്സിന്റെ എത്രയോ ഭാഗങ്ങൾ നിശ്ചലവും നിശബ്ദവുമാണ്. സദസ്സിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അലകടൽ പോലെ, ആ അലകടലിലെ തിരമാല പോലെ സലാത്ത് പരക്കുമ്പോഴാണ് ഇവിടെ ബർക്കത്ത് നിറയുന്നത്. സലാത്തിന്റെ കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമേ ഇല്ലാത്തവനിതാ ഇവിടെ നിൽക്കുന്നു. ഇത് ഖുർആന്റെ കൽപ്പന. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അല്ലാഹുവും അവന്റെ മലായികത്തും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനുകളെ, സല്ലൂ അലൈഹി, നിങ്ങൾ അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലുക. അറബ് ഭാഷയിലെ വ്യാകരണ ശാസ്ത്ര പ്രകാരം സല്ലൂ എന്ന് പറഞ്ഞാൽ അത് അറബി നഹ്വിന്റെ അമ്രാണ്, കൽപ്പന. ആരുടെ കൽപ്പന? അല്ലാഹുവിന്റെ കൽപ്പന. എന്ത് കൽപ്പന? സല്ലൂ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. അതിനെക്കുറിച്ച് തർക്കിക്കുന്ന ബുദ്ധി അല്ലാഹു നമുക്ക് തന്നിട്ടില്ല. അല്ലാഹുവിന്റെ കൽപ്പനയെ കുറിച്ച് തർക്കിക്കുന്ന ബുദ്ധി കുബുദ്ധി. അവന്റെ നബിയുടെ മഹത്വത്തെ ശങ്കിക്കുന്നവന്റെ ബുദ്ധി വക്രബുദ്ധി. അതുകൊണ്ട് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. അലൈഹി വസല്ലം. ആത്മനായകനുമായി ബന്ധത്തിന്റെ ഒരു കണ്ണിയെ സലാത്ത്. ഭൂമിയുടെ ഏത് മുക്കുമൂലയെയും മദീന എന്ന തലസ്ഥാനവുമായിട്ട് ബന്ധിപ്പിക്കുന്ന വയർലെസ് കോഡ്ലെസ് സംവിധാനമേ സലാത്ത്. അനുഗ്രഹങ്ങളുടെ പേമാരിയെ സലാത്ത്. ആപത്തിൽ കാവലേ സലാത്ത്. ദോഷങ്ങളുടെ മോചനമേ സലാത്ത്. രോഗങ്ങൾക്ക് ശിഫയേ സലാത്ത്. അനുഗ്രഹങ്ങളുടെ കേദാരമേ സലാത്ത്. മഹത്വത്തിലേക്കൊരു രാജപാതയെ സലാത്ത്. ഔന്നത്യത്തിന്റെ ഒരു കിരീടമേ സലാത്ത്. പുണ്യങ്ങളുടെ പൂക്കാലമേ സലാത്ത്. അനുഗ്രഹങ്ങളുടെ വസന്തകാലമേ സലാത്ത്. നിലക്കാത്ത അനുഗ്രഹമേ സലാത്ത്. പിരിയാത്ത സുഗന്ധമേ സലാത്ത്. വിട പറയാത്ത തൂമണമേ സലാത്ത്. ആത്മാവിന്റെ നറുമണമേ സലാത്ത്. മദീനയുടെ ഉപഹാരമേ സലാത്ത്. അർശിലേക്കുള്ള ഹൗദുൽ കൗസറിന്റെ പാനീയത്തിന്റെ തിരുവഴിയെ സലാത്ത്.
ഒരു സഹാബി വന്നുകൊണ്ട് പുണ്യ നബിയോട് ചോദിക്കുന്നു, ഏതെങ്കിലും സഹാബിയല്ല, വളരെ ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട സഹാബിയായ അനസ്, എപ്പോഴും കൂടെയുള്ള അനസ്, ചെറുപ്പക്കാരനായ അനസ്, ഞാൻ അങ്ങയുടെ ശഫാഅത്ത് ആഗ്രഹിക്കുന്നു യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടൻ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നി ഫാഇലുൻ ഇൻഷാ അല്ലാഹ്, തീർച്ചയായും അല്ലാഹു വേണ്ടുക ചെയ്താൽ ഞാൻ നിനക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്തു കൊള്ളാമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ഒന്നാലോചിച്ചു നോക്കൂ, എപ്പോഴും കൂടെ നടന്ന കുട്ടിയായിരുന്നു അനസ്. ആ കുട്ടി ഉത്കണ്ഠയോടെ ഉടനെ ചോദിച്ചു പോയി, പക്ഷേ എങ്ങനെയാണ് നാളെ ഞാൻ അങ്ങയുടെ അടുക്കലെത്തുക? മഹ്ശറയിൽ എങ്ങനെയാണ് അങ്ങയുടെ അടുക്കലെത്തുക? എപ്പോഴും കൂടെ നടക്കുന്ന മോനാണ്, വെള്ളമെടുത്തു കൊടുക്കാൻ കൂടെയുണ്ട് അനസ്, എല്ലാ ഹിദ്മത്തും ചെയ്ത് പിന്നാലെ നടക്കുന്നു. മഹ്ശറയിൽ സ്ഥിതി മാറുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനസ് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, നാളെ അങ്ങയെ എവിടെ വെച്ച് ഞാൻ കണ്ടുമുട്ടും? നാളെ അങ്ങയുടെ പുടവ ഞാൻ എവിടെ വെച്ച് സ്പർശിക്കും? എവിടെ വെച്ച് അങ്ങയുടെ പിന്നാലെ വന്നു കൂടും? ഏത് സ്ഥലത്ത് ഞാൻ അങ്ങയെ കണ്ടുമുട്ടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ പുണ്യ റസൂലിന്റെ മറുപടി, ഒന്നുകിൽ നീ എന്നെ സിറാത്തിൽ തിരയുക, അല്ലെങ്കിൽ നീ എന്നെ മീസാനിൽ തിരയുക. കടക്കുന്ന സ്വർഗത്തിലേക്കുള്ള പാലത്തിന്റെ അടുക്കലടാ മോനെ അനസേ, ഞാനുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമല്ലെങ്കിൽ ആളുകളുടെ അമല് തൂക്കുന്ന മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ രണ്ട് സ്ഥലത്തും കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് എന്നെ കിട്ടുന്ന സ്ഥാനമുണ്ടടാ മോനെ അനസേ, അത് ഹൗലുൽ കൗസർ എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ആ ഹൗല് മോഹിക്കുന്നവർക്ക് മാത്രമേ ഈ ഭൂമിയിൽ സലാത്തിന് ഭാഗ്യമുള്ളൂ. സലാത്ത് ചെല്ലാൻ ഏതാണ്ടനും അടകോടനും ഭാഗ്യമില്ല. എത്ര ആളുകൾ ജീവിച്ച് മരിച്ചുപോയി, എത്ര പേർ പുണ്യപ്രവാചകനെ കുറിച്ച് ഓർത്തുപോയി, എത്ര പേർ എഴുതി വെച്ചു, എത്ര പേര് പ്രസംഗിച്ചു പോയി. പക്ഷേ സലാത്തിന് ഭാഗ്യമെന്നാൽ ഹൗലുൽ കൗസറിന്റെ മോഹമാണ്. ആ ഹൗലുൽ കൗസറിൽ നിന്ന് പാനീയം വിളമ്പിക്കൊടുക്കുന്നതാണ്. ഏഡൻ മുതൽ ഈലാ വരെയുള്ള സ്ഥലം എത്ര ദൂരെയുണ്ടോ അത്രയും വലിപ്പമുണ്ടാകും എന്റെ ഹൗലുൽ കൗസറിനെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് ഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, നീ എത്ര വലിയ അനുഗ്രഹം ചെയ്യുന്നവൻ. 3 കൊല്ലം മുമ്പ് റമദാനിലെ പാതിരാത്രി ഏതവസ്ഥയിലാണ് പിരിഞ്ഞതെന്നത് അതിനുശേഷം ഒരു രാത്രിയും ഒരു പകലും മറന്നിട്ടില്ല. ആ അവസ്ഥയിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളിപ്പോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം मुहम्मद सल्लल्लाहु अलैहि वसल्लम मदीने को जाए के जी चाहता है. മദീനയിൽ പോകണമെന്ന് മോഹിച്ചു പോവുകയാണ്. ഈ സദസ്സിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ശരീരം മാത്രമേ ഇവിടെയുള്ളൂ. കഴിഞ്ഞ കൊല്ലം, ഇക്കൊല്ലമല്ല അതിന്റെ മുമ്പത്തെ കൊല്ലം, ഈ വിനീതൻ ആദ്യത്തെ നോമ്പിന്റെ കാരക്ക വെച്ചത് പുണ്യറപ്പ് നബിയുടെ റൗളയുടെ തൊട്ടടുത്ത് വെച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മിമ്പറിന്റെ തൊട്ട് മുമ്പിൽ വെച്ച് മാബൈന ബൈതി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എന്റെ വീടിനും എന്റെ മിമ്പറിനും ഇടയിലുള്ള സ്ഥാനം സ്വർഗത്തിലെ പൂങ്കാവനങ്ങളിൽ പെട്ടൊരു പൂങ്കാവനം. എന്റെ മിമ്പറാകട്ടെ അലാ ഹൗദി, എന്റെ ഹൗദുൽ കൗസറിന്റെ മീതയാണ്. ഇത് നിങ്ങൾ ഇന്നോളം മനസ്സിലാക്കിയിട്ടുണ്ടോ സഹോദരങ്ങളെ? മദീനയിലെ മസ്ജിദിലെ മിമ്പർ ഹൗദുൽ കൗസറിന്റെ മീതയാണ്. സഹീഹായ ഹദീസാണ്. മദീനയിലേക്കല്ലെങ്കിൽ പിന്നെ എങ്ങോട്ടാണ് പാത വേണ്ടത്? മദീനയെ കുറിച്ചല്ലെങ്കിൽ പിന്നെ എന്തിനെ കുറിച്ചാണ് പറയേണ്ടത്? സഹീഹായ ഹദീസാണ്. വ മിമ്പറി അലാ ഹൗദി. ഇനി നമ്മൾ വഫാത്ത് ചർച്ച ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് പുണ്യ
നബി അത് കൂടുതൽ വിശദീകരിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വഫാത്തിന് തൊട്ട് മുമ്പ് മിമ്പറിൽ ഇരുന്നു കൊണ്ട് ഹൗദിനെ കുറിച്ച് പറഞ്ഞ ഒരു ഹദീസുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ കൊല്ലമല്ല അതിന്റെ മുമ്പത്തെ കൊല്ലം ആ മിമ്പറിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ഒന്നാമത്തെ നോമ്പിന്റെ തുറക്കുന്ന നേരത്ത് കാരക്ക വായിൽ വെച്ചപ്പോ ദുആ ചെയ്തു പോയി, അല്ലാഹുവേ അടുത്ത നോമ്പുമെന്ന്. പിന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല. തൊട്ടടുത്ത റമദാനിലെ ആദ്യത്തെ നോമ്പും അവിടെ വെച്ച് തന്നെ ഞാൻ ഓർക്കുകയാണ്. അതേ മിമ്പർ, അതേ സ്ഥലം, ഒരിഞ്ചു മാറിയിട്ടില്ല. അവിടെ തന്നെ വീണ്ടും കാരക്ക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. അള്ളാഹുവേ കാശും പണവും തരയണമേ, മക്കത്തും മദീനത്തും പോകാൻ എന്നെപ്പോഴും ഇവൻ ദുആ ചെയ്യാറുണ്ട്. വേറെ എന്തിനു വേണം ഈ ലോകത്ത് കാശും പണവും? പോകാനൊരിടമില്ല. പോകാനൊരിടമുണ്ടെങ്കിൽ പരിശുദ്ധ മുസ്തഫാന്റെ ഭവനം. സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ഞങ്ങളെ പുണ്യമായ മക്കയിലും മദീനയിലും എത്തിച്ചു നൽകണമേ അല്ലാഹ്. ഈ സലാത്തിന്റെ സദസ്സിൽ വെച്ചിട്ട് ദുആ ചെയ്തിട്ട് മദീനത്ത് പോകാൻ മോഹിച്ചിട്ട് ദുആ ചെയ്തിട്ട് പോയി എന്നറിയിച്ചുകൊണ്ട് കത്തയച്ച നൂറുകണക്കിന് സഹോദരന്മാരെ ഓർത്തുകൊണ്ടാണ് ഈ വിനീതൻ ഈ ദുആ ആവർത്തിക്കുന്നത്. അതോടൊപ്പം മറന്നു പോകാതിരിക്കാൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ മുഴുവൻ ഓർക്കുകയാണ്. അല്ലാഹുവേ അവർക്ക് സകല അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുക്കണമേ അല്ലാഹ്. നമ്മുടെ മാതാപിതാക്കളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മാതാപിതാക്കൾക്കുള്ളതല്ലെങ്കിൽ പിന്നെ ആർക്കാണിത്? മക്കൾ വല്ല സ്വലാത്തും ചെല്ലുന്നുവെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ അവകാശികളാക്കിയിട്ട്, ഞങ്ങളുടെ പുണ്യകർമ്മത്തിന്റെ അവകാശികളാക്കിയിട്ട് ഞങ്ങളെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ അല്ലാഹ്. മദീനെ കോ ജായേ യേ ജി ചാഹതാ ഹേ. മദീനത്ത് പോകണമെന്ന് വീണ്ടും വീണ്ടും ആഗ്രഹിച്ചു പോകുന്നു. മുഖദ്ദർ ബനായേംഗേ യജി ചാഹതാ ഹേ. അവിടെ പോയിട്ട് എൻ്റെ വിധിയൊന്ന് നന്നാക്കണമെന്ന് ആഗ്രഹിച്ചു പോണ്. എൻ്റെ ജീവിതം ഒന്ന് നന്നാകണമെന്ന്. ക്ഷീണം പറ്റിയാൽ പോകാനൊരിടമതാണ്, ദുഃഖം വന്നാൽ പോയി തീർക്കാനൊരിടമതാണ്. അള്ളാന്റെ ഭവനമായ കഅബ കുടികൊള്ളുന്ന മക്കയാണ് ഈ ലോകത്തിലെ പുണ്യഗേഹം. അത് കഴിഞ്ഞാൽ മനുഷ്യനൊരു ഹൃദയ സമാധാനത്തിൻ്റെ ഒരിടം, മനുഷ്യനൊരാലംബത്തിൻ്റെ ഇടം, ഒരു സാന്ത്വനത്തിൻ്റെ ഇടം. എത്ര സുന്ദരമാണ് മദീന, എത്ര അനുഗ്രഹീതമാണ് മദീന. എൻ്റെ മദീനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു. മക്കൾക്ക് വേണ്ടി എൻ്റെ പിതാവായ ഇബ്രാഹിം ദുആ ചെയ്തു. അല്ലാഹുവേ മദീനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നു. മദീനത്ത് വെച്ച് മരിക്കാൻ മോഹിക്കുമെങ്കിൽ മരിച്ചുകൊള്ളൂ. എന്തുകൊണ്ടെന്നാൽ അവിടെ വെച്ച് മരിക്കുന്നവർക്ക് എൻ്റെ ശഫാഅത്തുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. കണ്ണീര് വീണ റൗളയുടെ അടുത്തൂടെ നടന്നു പോകുമ്പോ ദൂരത്തായിരുന്നു ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടിട്ട്. എവിടെയോ ആണ്, ഒരുപാട് ആൾക്കൂട്ടമാണ്. ആയിരങ്ങൾ കണ്ണീരൊഴുക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് മദീന മാത്രം. കോടാനുകോടിയുടെ കണ്ണീര് വീണിട്ട് ഉപ്പ് രുചിയായി മാറിയ ഒരു മണ്ണുണ്ടെങ്കിൽ അത് മദീനയുടെ മൺതരികൾ മാത്രം. 1500 കൊല്ലം മുമ്പ് ജീവിച്ച, കണ്ണുകൊണ്ട് രൂപം കാണാത്ത, കാതുകൊണ്ട് ശബ്ദം കേൾക്കാത്ത ഒരാൾക്ക് വേണ്ടി തലമുറകൾ കരയുന്ന മഹാത്ഭുതം കാണണമെങ്കിൽ മദീനയിൽ ചെന്ന് നിൽക്കൂ. റൗള ഷരീഫിന്റെ അടുത്തൂടെ നടന്നു പോകൂ. കണ്ണീരിന്റെ പ്രവാഹമാണ്. ചിലർ നിയന്ത്രിച്ചുകൊണ്ട് ഒതുക്കിക്കരയുന്നു, ചിലർ പൊട്ടിക്കരയുന്നു, ചിലർ നെഞ്ച് പിളർക്കുന്ന പൊട്ടിക്കരച്ചിൽ, ചിലർ ആർത്തട്ടഹസിക്കുന്നു. പോലീസ് നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും പൊട്ടിക്കരയുന്ന കണ്ണീരിന് തടയിടാൻ ആർക്കാണ് സാധിക്കുക? 1500 കൊല്ലം മുമ്പ് ജീവിച്ചു വഫാത്തായി പോയ ഒരു ഇതിഹാസത്തിന് വേണ്ടി തലമുറകൾ കരയുന്ന മഹാത്ഭുത നഗരിയെ മദീന. അത് കണ്ണീരിന്റെ നഗരിയെ. അവിടെ വെച്ച് കണ്ണീര് തൂകിക്കൊണ്ട് നിൽക്കാൻ ആൾക്കൂട്ടത്തിൽപ്പെട്ട് ദൂരേക്ക് തെന്നിപ്പോയപ്പോ തോന്നി അടുത്തെത്താൻ കഴിയില്ലേ എന്ന്. പക്ഷേ റൗള ഷരീഫിന്റെ തൊട്ടടുത്തൂടെ പുണ്യറബി കിടക്കുന്നതായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ റൗള ഷരീഫിന്റെ തൊട്ടടുത്തുള്ള അഴികൾക്കടുത്തെത്തിയപ്പോഴോ ദൂരെ നിൽക്കുന്നവനതാ അടുത്തെത്തിയിരിക്കുന്നു. ഒരു വട്ടമല്ല, 2 വട്ടമല്ല, പലവട്ടം റൗളയെ ചാരിക്കൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയുടെ വീട്ടിൽ ചെന്നുകൊണ്ടൊരു സഹാബി നബിയുടെ വഫാത്തിന് ശേഷം ചോദിക്കുന്നു, എനിക്ക്
ഖബറുകളൊന്ന് കാണിച്ചു തരുമോ? ആയിഷയുടെ വീട്ടിലാണ് പുണ്യ നബിയും അബൂബക്കറും ഉമറും നിദ്ര കൊള്ളുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹാ കുടുംബത്തിൽപ്പെട്ട ആ ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് വാതിൽ തുറന്നു കൊടുക്കുന്നു. എങ്ങനെയാണ് ആ വിശുദ്ധ ഖബറുകൾ കിടന്നതിന്റെ ഏറ്റവും വലിയ ചരിത്രത്തിലെ ദൃഷ്ടാന്തം ഈ ഹദീസാണ്. ആ ചെറുപ്പക്കാരൻ കുട്ടി രേഖപ്പെടുത്തിയിട്ട് പറയുന്നു, ആദ്യം അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യ ഖബറിടമാണ്. നബിയുടെ ഏകദേശം നെഞ്ചിന്റെ ഭാഗത്താണ് സിദ്ദീഖിന്റെ ശിരസ്. തൊട്ടടുത്ത് സിദ്ദീഖ് കിടക്കുന്നു. അതിന്റെ തൊട്ടടുത്ത് ഉമർ ഇബ്നുൽ ഖത്താബാണ്. ഉമറിന്റെ തല ഏകദേശം നബിയുടെ കാലിന്റെ ഭാഗത്ത് നിന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ശിരസിന്റെ മുമ്പിൽ കൊണ്ടുപോയി തന്റെ തലയും ജീവിതവും അർപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു മരണാനന്തരമുള്ള കിടത്തത്തിലും പുണ്യ നബിയുടെ തിരുപാദങ്ങളുടെ അടുക്കൽ ശിരസ് വെക്കാനുള്ള സൗഭാഗ്യമേകി. മദീനെ കോ ജായേ ये जी चाहता है मुकद्दर बनाएंगे, ये जी चाहता है മുഹമ്മദ് की बातें മുഹമ്മദ് की सीरत സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ മുഹമ്മദിന്റെ കാര്യങ്ങളും ചരിത്രവും സുനേ ഔർ സുനായേംഗേ യേ ജി ചാഹതാ ഹേ അത് കേൾക്കാനും കേൾപ്പിക്കാനും ആഗ്രഹിക്കുകയാണ്. മദീനേ കെ ആഖാ ദോ ആലം കെ മൗല രണ്ട് ലോകത്തിന്റെ നേതാവായ മദീനയുടെ ചക്രവർത്തി പരിശുദ്ധ റസൂൽ तेरे पास आएंगे ये जी चाहता है അങ്ങയുടെ അടുക്കൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നു നബിയെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തഹിയ്യാതു ത്വയ്യിബാതു ലില്ലാഹ് അല്ലേ, സകല ഉപഹാരങ്ങളും അല്ലാഹുവിനാണ്. തൊട്ട് പിറകെ പറയണം അസ്സലാമു അലൈക അയ്യുഹൻ നബി, ഏ നബിയേ അങ്ങേക്ക് സലാം, ഏ നബിയേ അങ്ങേക്ക് സലാം. നിസ്കാരം പഠിച്ച് വളരുന്ന ഈ ഉമ്മത്തിലെ കൊച്ചുകുട്ടി ചെറുപ്പത്തിലെ ശീലിച്ചു തുടങ്ങുന്നു അസ്സലാമു അലൈക അയ്യുഹൻ നബി, ഏ നബിയേ അങ്ങേക്ക് സലാം, ഏ നബിയേ അങ്ങേക്ക് സലാം. എത്ര സലാമാണ്, അഭിവാദ്യങ്ങളാണ്, എത്ര അഭിവാദ്യങ്ങളുടെ രത്നഹാരങ്ങളാണ്. അവിടുത്തെ ഓരോ വാക്കും കേട്ട് സ്വീകരിച്ചുകൊണ്ട് എത്ര പേർ ജീവിതകാലത്ത് വിലപിച്ചു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉബയ്യേ നിങ്ങൾക്ക് ലം യകുനില്ലദീന കഫറു ഓതിത്തരാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഉബയ്യ് റളിയല്ലാഹു അൻഹു ഉടൻ തന്നെ ചോദിച്ചു, നമുക്കും മരിച്ചു പോയ ശേഷം എത്തേണ്ടത് സ്വർഗമാണ് പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ. ആ നിയ്യത്ത് വെച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് വന്നണയാനുള്ള വേദിയായി അള്ളാഹു ഇതിനെ നിലനിർത്തുമാറാകട്ടെ. അള്ളാഹു തആല അടുത്ത വർഷങ്ങളിലൊക്കെ മദീനയിലേക്കുള്ള പാതയിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് തൗഫീക്ക് ചെയ്യണേ അള്ളാഹുവിനോട് നമ്മൾ ദ്വാരക്കണം. അള്ളാഹു തആല ഈ മഹത്തായ സുഗന്ധത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അപ്പോ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട നിയ്യത്ത് റബ്ബിന്റെ പൊരുത്തമാണ്. ആ ഒരു പൊരുത്തത്തിന് വേണ്ടി സഹാബത്ത് എത്രമേൽ അത്യുദ്ധാനം ചെയ്തു. ഉബയ്യേ ലം യകുനില്ലദീന കഫറൂ എന്ന സൂറത്ത് നിങ്ങൾക്ക് ഓതിത്തരാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞപ്പോ ഉബയ്യ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, വസമ്മാനി, അല്ലാഹ് എന്നെ പേരിട്ട് വിളിച്ചുകൊണ്ട് തന്നെയാണോ നബിയെ അങ്ങനെ കൽപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ ഉബയ്യിന്റെ പേര് പറഞ്ഞിട്ടാണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഅം, അതേ, അല്ലാഹു നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ലം യകുനില്ലദീന കഫറൂ എന്ന സൂറത്ത് ഓതിത്തരാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. തിന്മ വർദ്ധിച്ചു വരുന്നൊരു കാലമാണ് സഹോദരന്മാരെ. നന്മ തിന്മകൾക്കിടയിലുള്ള വിവേചനം നഷ്ടപ്പെട്ടു പോയാൽ ഈ ലോകത്ത് നന്മ എന്താണ് തിന്മ എന്താണെന്ന് ആരാണ് വീക്ഷിച്ചത്, ആരാണ് നിർവചിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വന്നിട്ട് വാബിസ എന്ന സഹാബി ഒരു ദിവസം നന്മ എന്താണ് തിന്മ എന്താണെന്ന് ചോദിച്ചറിയാൻ ആഗ്രഹിച്ചു. ഇത് അല്ലാഹുവിന്റെ റസൂലാണ്. ഇബ്ലീസിനെ തകർത്തുകൊണ്ടേ മദീനയിലേക്ക് പോകാൻ കഴിയൂ. ഇബ്ലീസിനെ തകർത്തുകൊണ്ട് നല്ല കാര്യം നടക്കുമ്പോ ഇബ്ലീസ് അസ്വസ്ഥനാകും, ഇബ്ലീസ് പിന്തിരിപ്പ്. ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, ഭയങ്കര തെറ്റിദ്ധാരണ. ഇബ്ലീസ് വഴിപഴച്ച ആളുകളൊപ്പം ഉണ്ടാവുള്ളൂ. വഴിപഴച്ച ആളുകളൊപ്പം ഇബ്ലീസിനൊരു ആവശ്യമില്ല. മൂപ്പർക്ക് അവിടെ ഒരു പണി എടുക്കാനില്ല. ഉറച്ച പാർട്ടി പ്രവർത്തകന്റെ അടുത്ത് പോയിട്ട് സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കൂല.
അത് ഉറച്ച ഓട്ട, അതവിടെ ഉണ്ടാവും. അത് പെട്ടിയിൽ വീഴുന്ന എല്ലാ കാൻഡിഡേറ്റിനും ഉറപ്പാ. ഇബ്ലീസ് ഈ ലോകത്തെ ഏറ്റവും വലിയ കാൻഡിഡേറ്റ് ആണ്. മൂപ്പര് വോട്ട് ചെയ്യണ കുറെ ആളുകളുണ്ട്. ആ ഉറച്ച വോട്ട് മൂപ്പര് ഉണ്ടാക്കാൻ നോക്കൂല. പക്ഷെ ഇളകി നിൽക്കുന്ന ഫ്ലോട്ടിംഗ് വോട്ടുണ്ട്, ഇങ്ങോട്ട് കിട്ടുമോ അങ്ങോട്ട് കിട്ടുമോ എന്ന് ചാഞ്ചാടുന്ന വോട്ട്, അത് അവസാനത്തെ നിമിഷം വരും കരസ്ഥമാക്കാനാണ് ഈ ലോകത്തെ എല്ലാ സ്ഥാനാർത്ഥികളും ശ്രമിക്കുന്നത്. ഇബ്ലീസ് ഏറ്റവും കുതന്ത്രക്കാരനായ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് നല്ല കാര്യങ്ങളിൽ നിന്ന് ഇബ്ലീസ് പിന്തിരിപ്പിക്കും, ഒരു സംശയവും വേണ്ട. ദീനിന്റെ പ്രമാണം അനുസരിച്ച് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഓരോരുത്തരോടൊപ്പവും ഒരു ഇബ്ലീസ് ഉണ്ടെന്ന് പരിശുദ്ധ റസൂൽ ആയിഷയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു അൻഹ അത്ഭുതത്തോടെ ചോദിച്ചു, അങ്ങയോടൊപ്പവും? ഓരോ മനുഷ്യന്റെ ഒപ്പം ഒരു ശൈത്താനുണ്ടെന്ന് നബി പറഞ്ഞത്. ചിന്തിക്കണം. ഇതൊന്നും കേട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ആരും വരണ്ട. കേട്ടിട്ട് കേൾവിയുടെ കമ്മിയൊന്നും എവിടെ ഇല്ല. ഇന്ന് പ്രസംഗത്തിന് കമ്മില്ല, കേൾവിക്ക് കമ്മിയൊന്നുമില്ല. എവിടെയെന്ന് കമ്മി? ഉൾക്കൊള്ളുന്ന വികാരത്തിനും ബോധത്തിനുമാണ് കമ്മി. മദ്യം തെറ്റാന്ന് അറിഞ്ഞുകൂടാഞ്ഞിട്ടാ ഈ സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ രാവും പകലും മദ്യത്തിൽ ആറാടുന്നത്? അറിയാഞ്ഞിട്ടാ? ആർക്കാ അറിഞ്ഞുകൂടാത്തത്? മദ്യം തിന്മയെന്നറിയാത്ത ആരാ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുള്ളത്? എന്നിട്ടും ചെയ്യുന്നു. എന്തുകൊണ്ട്? അകത്തൊരു ബോധം പ്രവേശിച്ചിട്ടില്ല. ബോധം വന്നാൽ തൊടൂല, അല്ലേ? ആ ബോധമുണ്ടാക്കാനാണ് മദീനയിലേക്കുള്ള പാത. അതുകൊണ്ട് ആയിഷ, ഓരോ മനുഷ്യനോടൊപ്പവും ഒരു ശൈത്താനുണ്ട്. ആയിഷ, നീ നിന്റെ ശൈത്താനെ സൂക്ഷിക്കണം. സ്വന്തം സഹധർമ്മിണിയോടായി പറയണം. അപ്പൊ നമ്മളെ സ്ഥിതി എന്താ? ആയിഷ റളിയല്ലാഹു അൻഹ ഉടൻ തന്നെ ചോദിച്ചു, അങ്ങയോടൊപ്പവും ഉണ്ടോ ശൈത്താൻ? ഉടൻ തന്നെ പുണ്യ നബി പറഞ്ഞു, അസ്ലമ ശൈത്താനി, എന്റെ ശൈത്താൻ അല്ലാഹുക്ക് കീഴ്പ്പെട്ടു പോയി ആയിഷ. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ എന്റെ ശൈത്താൻ മുസ്ലിമായി. അസ്ലമ ശൈത്താനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോലും കൂടി നടന്നപ്പോ അത് പിന്നെ ഏറ്റവും വലിയ വെളിച്ചടിച്ചപ്പോ ഇരുട്ടങ്ങട്ട് അസ്തമിച്ചു പോയി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്. നിങ്ങൾ ഈ ചൊല്ലുന്ന ഓരോ സ്വലാത്തും ഇവന് കിട്ടേണ്ട സൗഭാഗ്യം കൂടിയാണ്. അതുകൊണ്ടൊരു സൗഭാഗ്യവും ഇവൻ നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം. എൻ്റെ മേൽ ഒരാൾ ഒരു വട്ടം സ്വലാത്ത് ചൊല്ലിയാൽ അവൻ്റെ 10 ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയും 10 നന്മകൾ അല്ലാഹു അയാൾക്ക് എഴുതി ചേർത്ത് കൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മനസ്സിലാക്കിയ ഒരാളുണ്ടോ ഈ അവസരം നഷ്ടപ്പെടുത്താൻ പോണം? ഇതുകൊണ്ട് എത്ര ആളുകൾ ഈ ലോകത്ത് മഹാന്മാരായി അറിയപ്പെടാത്ത ചെറുപ്പക്കാർ, കുട്ടികൾ പറയാറുണ്ട്, ഞാൻ കാണുമ്പോൾ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കാറുണ്ട്. ഇന്ന കാസറ്റ് കേട്ട് ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ വൈകുന്നേരമാകുന്നതിന് മുമ്പ് ബസ് പോകുമ്പോഴും കയറുമ്പോഴും ഇത്ര സലാത്ത് ചെല്ലാറുണ്ട്, യാത്രയിൽ ചെല്ലാറുണ്ട്, ജോലി സ്ഥലത്ത് ചെയ്യാറുണ്ട്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചെയ്യാറുണ്ട്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അടുക്കളയിൽ ജോലി ചെയ്യുന്ന സഹോദരിമാർ, ആർക്കും ചെയ്യാം, ഏത് സമയത്തും ചുണ്ടിൽ സൂക്ഷിക്കാം. പുണ്യ നബി പൂത്തുലഞ്ഞു നിൽക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ. അള്ളാന്റെ അനുഗ്രഹം ആ മനുഷ്യന്റെ ശരീരത്തിലും ആത്മാവിലും ഇറങ്ങും. മരിച്ചു പോകുമ്പോൾ വിഷമല്ലാതെ ബേജാറാകാതെ മരിച്ചു പോകാം. ഈ ലോകത്ത് ബേജാറാകാതെ മരിച്ചു പോകാൻ കഴിയുന്നത് വളരെ ചുരുക്കമാണ്, വളരെ ചുരുക്കമാണ്. മരിച്ചുപോയ ആളുകളൊന്നും തിരിച്ചു വരാത്തത് കൊണ്ടാണ് ആ കഥകളാരും അറിയാത്തതും ചോദിക്കാനും പറയാനും നിവൃത്തിയില്ലാത്തതും. ബേജാറായിട്ടാ പോണത്, പിടിച്ചു വലിച്ചു കൊണ്ടുപോവാണ്. സ്വമനസ്സോടെ പോകുന്നവർ വളരെ കുറവാണ്. മരിച്ചു കിടക്കുന്ന ആളുകളുടെ ദേഹങ്ങൾ പോലും നോക്കിയാൽ അല്പം ചിന്തിക്കുന്നവർക്ക് കാണാൻ സാധിക്കും. അല്ലാമ ഇക്ബാൽ മരിക്കുന്നതിനു മുമ്പ് 10 മിനിറ്റ് മുമ്പാണ് പറഞ്ഞത്, മരണത്തെ എനിക്ക് ഭയമില്ല. ജോ മർഗെ മോമിൻ ബാത്തു ഗോയം, ജോ മർഗയായത് മർദെ മോമിൻ ബാത്തു ഗോയം, ജോ മർഗയായത് തബസ്സും ബർലബവൈസ്. മോമിന്റെ അടയാളം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അവൻ മരിക്കുമ്പോൾ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി തൂകിക്കിടപ്പുണ്ടാകുമെന്ന്. അങ്ങനെയൊക്കെ പറയണമെങ്കിൽ നല്ല മോമിനിങ്ങൾക്ക് സാധിക്കുള്ളൂ. അല്ലാമ ഇക്ബാൽ മരിക്കുന്ന 10 മിനിറ്റ് മുമ്പ് ചൊല്ലിയ കവിത അതാണ്.
മൂമിന്റെ അടയാളം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? ജോ മർഗ മൂമിൻ, അവൻ മരിച്ചു പോകുമ്പോ തബസ്സും ബർലബവസ്ത്, അവന്റെ ചുണ്ടിൽ പുഞ്ചിരി പൂത്തുല്ലസിക്കുന്നുണ്ടാകും. അല്ലാമ മരിച്ചു കിടക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ മകൻ അന്ന് 12 വയസ്സുള്ള കുഞ്ഞ് എഴുതിയതായ ലേഖനത്തിൽ പറയാണ്, ബാപ്പ മരിച്ചു കിടക്കുന്ന മുറിയിലേക്ക് ഞാൻ കടന്നു. ബാപ്പാന്റെ ദേഹം ഞാൻ നോക്കി, പുഞ്ചിരിച്ചിട്ട് ഉറങ്ങിക്കിടക്കുകയാണെന്ന് എനിക്ക് തോന്നി. ഉമ്മ മരിച്ച ദിവസം ഞാൻ ഓർത്തു, എൻ്റെ കണ്ണിൽ കണ്ണുനീര് വന്നു. പക്ഷേ എനിക്ക് കരയാൻ ധൈര്യമുണ്ടായില്ല. എണീറ്റുകൊണ്ട് ഉമ്മ മരിച്ചപ്പോൾ പറഞ്ഞത് വീണ്ടും പറയുമോ എന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് നീ കരയരുതെന്ന്? നീ ആണല്ലടാ മോനെ. ഉമ്മ മരിച്ചാൽ പെങ്ങളായ മുനീറ കരഞ്ഞാലും നീ കരയാൻ പാടില്ലല്ലോ എന്ന് ബാപ്പ ഉമ്മ മരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ ഓർത്തുപോയി. അതുകൊണ്ട് ആ മയ്യത്ത് കണ്ടപ്പോൾ എനിക്ക് കരയാൻ പോലും ധൈര്യമുണ്ടായില്ല. പുഞ്ചിരി തൂകിയിട്ട് ഉറങ്ങിക്കിടക്കുന്ന പോലെ തോന്നിയെന്ന്. അത് പുഞ്ചിരിച്ച് മരിച്ചു കിടക്കാനൊരു ഭാഗ്യം. മരിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് ധൈര്യത്തോടെ പറയാനുള്ള ഈമാനോ അതാണ്.